പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇംഗ്ലീഷ് പ്രേക്ഷകബന്ധത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ കർത്താവ് സഹായിച്ച വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ ഞാനൊരു അതിഥി പ്രസംഗിയായിട്ടൊന്നും അല്ല ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ കുടുംബത്തിലാണ് ഇന്ന് പകൽക്കാലം വചനം ശുശ്രൂഷിക്കുന്നത്. അനേക സ്ഥലങ്ങളിലൊക്കെയും കടന്നുപോയി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിക്കുവാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. എങ്കിലും ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നത് ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മാതാപിതാക്കന്മാരോടൊത്ത്, എൻ്റെ സഹോദരങ്ങളോടൊത്ത്, എൻ്റെ പ്രിയപ്പെട്ടവരോടൊത്താണ് ദൈവസന്നിധിയിലായിരിക്കുന്നത്. എന്നാൽ കർത്താവ് തന്ന ആ നിയോഗപ്രകാരം ഇന്ന് പകൽക്കാലം എനിക്ക് ഒരു ചീട്ട് വീണു എന്ന് മാത്രമേ പറയുവാനുള്ളൂ. എങ്കിലും നിങ്ങളെക്കാട്ടിൽ ഒട്ടും ശ്രേഷ്ഠതയുള്ളവളായിട്ടല്ല ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നത്. നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഒരു സഹോദരി എന്ന പോലെ നിങ്ങൾ എന്നെ കൈക്കൊള്ളും, ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പ്രാർത്ഥനാവാദ്യത്തിൽ ഓർപ്പിച്ചതുപോലെ മനുഷ്യന്റെ വാക്കുകൾക്ക് നമുക്കൊന്നും ചെയ്തു തരുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന് ഇന്ന് പകൽക്കാലം നമ്മളോട് ചിലത് സംസാരിക്കുവാനുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് പ്രവർത്തിക്കുന്ന വചനമാണെന്ന്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വായിൽ നിന്നൊരു വചനം പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ ചിലത് ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അത് ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് അനുഭവിക്കുന്നതാണെന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യത്തോടു കൂടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എനിക്കും പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വായിൽ നിന്ന് വചനം പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് കർത്താവ് പ്രവർത്തിക്കും. അത് ആ വചനം എന്താണോ, ഏത് ഉദ്ദേശത്തോടു കൂടിയാണ് ആ വചനം അയച്ചിരിക്കുന്നത്, ആ വചനം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ചിലത് ചെയ്തെടുക്കുക തന്നെ ചെയ്യും. ആര് വചനം ശുശ്രൂഷിക്കുന്നു എന്നുള്ളതല്ല, എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവവചനം കേൾക്കുമ്പോൾ തന്നെ അത് നമ്മൾ ദൈവത്തിന്റെ വചനമാണ് എന്നുള്ളതിൽ ഏറ്റെടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ആ ദൈവത്തിന്റെ ക്രിയ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്നാൽ ഇന്നലെ പ്രഭാതത്തിലാണ് സിസ്റ്ററിനോട് ഇങ്ങനെ വചനം ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞത്. എന്നാൽ ഇന്നലെ പകൽക്കാലമൊക്കെയും ദേശത്തിൽ എങ്ങും പോകാതിരുന്നത് കൊണ്ട് ഞാൻ മാറിയിരുന്ന ചില സമയങ്ങളൊക്കെയും പ്രാർത്ഥിക്കുവാനും വചനം ധ്യാനിക്കുവാനൊക്കെയും ദൈവം എനിക്ക് സഹായിച്ചു. എന്നാൽ ആ ദൈവവചനം വായിച്ച് ധ്യാനിക്കുന്ന സമയത്ത് അതിനു മുമ്പായിട്ട് ദൈവാത്മാവ് എന്നെ ഓർപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തതിന് ശേഷം വചന ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഓർപ്പിച്ചൊരു കാര്യം ഇപ്രകാരമാണ്. നമുക്കറിയാം, ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായിരുന്ന ശൗലിനെ ദൈവം വിളിച്ചു വേർതിരിക്കുന്ന ആ സന്ദർഭത്തെ കുറിച്ച് ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം, ശൗലിന്റെ അപ്പനായ കീശിന്റെ കഴുത നഷ്ടപ്പെട്ടു പോയപ്പോൾ തന്റെ അപ്പൻ ആ മകനെ കഴുതയെ കണ്ടെത്തുവാൻ, അവനെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് ശൗലിനെ പറഞ്ഞയക്കുന്നത്. നമുക്ക് ആ ഭാഗമൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. എന്നാൽ അവിടെ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്. തന്റെ അപ്പന്റെ കഴുതയെ അന്വേഷിക്കുവാൻ കടന്നുപോയ ആ ശൗൽ മടങ്ങി വരുന്നത്, അപ്പന്റെ കഴുതയുമായിട്ടാണ് മടങ്ങി വരുന്നത് എങ്കിൽ പോലും അതിലപ്പുറമായിട്ട് നമുക്കറിയാം, ആ കഴുതയെ കാണാതിരുന്നപ്പോൾ ആ കഴുതയെ കണ്ടെത്തുവാനുള്ള ഒരു മാർഗം അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു പ്രവാചകനുണ്ട് എന്നറിയുകയും ആ പ്രവാചകന്റെ അടുക്കൽ കഴുത എവിടെയാണെന്ന് അറിയാമോ എന്ന് അന്വേഷിക്കുവാനാണ് കടന്നു ചെന്നത് എങ്കിൽ പോലും അവിടെ പ്രവാചകനിൽ കൂടി ദൈവത്തിന്റെ ഒരു അരുളപ്പാട് അവനെ അറിയിക്കുകയും അവന്റെ മേൽ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായിട്ട് ശമൂവേൽ അവനെ അഭിഷേകം ചെയ്തവനെ മടക്കി അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ അത് ഓർപ്പിച്ചതിന്റെ താല്പര്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നപ്പോൾ ദൈവാത്മാവിനോട് ഇടപെട്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ വിവിധമാർന്ന വിഷയങ്ങളുടെ മുഖത്ത് ഭാരത്തോടെ, നിരാശയോടെ, വേദനയോടെയാണ് ദൈവസന്നിധി നമ്മൾ കടന്നു വന്നത്. നമ്മുടെ വിഷയത്തിന് ദൈവം എങ്ങനെ ഒരു പരിഹാരം കിട്ടും, നമ്മുടെ വിഷയത്തിന് കർത്താവ് ഇന്ന് പകൽക്കാലം അതിന് മറുപടിയായിട്ട് ദൈവം എന്താണ് എനിക്ക് ചെയ്യുമെന്നത് എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടിയാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളോട് അറിയിച്ചത്, ആ അപ്പന്റെ കഴുതയെ അന്വേഷിച്ച് കടന്നുപോയ ആ ശൗലിന് ആ കഴുതയെ മടക്കി കെട്ടിയതുപോലെ നമ്മൾ ദൈവചിന്തയിൽ ഏത് വിഷയമായിട്ടിരിക്കുന്നുവോ ആ വിഷയത്തിൽ ഇന്ന് പകൽക്കാലം ദൈവം മറുപടി നൽകുവാൻ ദൈവശക്തനായ ദൈവമാണ്. എന്നാൽ അത് മാത്രമല്ല ദൈവത്തിന്റെ പദ്ധതി. ഇന്ന് പകൽക്കാലം നമുക്കറിയാം, ഞാൻ എന്നെ മാറ്റി നിർത്തിക്കൊണ്ടല്ല ഞാൻ പറയുന്നത്, നിങ്ങളെപ്പോലെ തന്നെ വിധമാർന്ന വിഷയങ്ങളുടെ മുഖത്തും ഭാരത്തോടും നിരാശയോടും വേദനയോടും കൂടെ ഒക്കെയും പലപ്പോഴും ആയിരിക്കുന്ന
പറയുന്ന അവസ്ഥ എന്റെയും ജീവിതത്തിലുണ്ട്. എന്നാൽ എന്നെ മാറ്റി നിർത്തിക്കൊണ്ടല്ല ഞാൻ ഈ ദൈവിക ആലോചന നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്നാൽ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമ്മുടേതായ നമുക്ക് ഓരോരുത്തർക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും വിവിധമായ വിഷയങ്ങൾ, ഭാരങ്ങൾ ഉള്ളവരായത് കൊണ്ടാണ് ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇന്ന് മറുപടി കിട്ടിയില്ലെങ്കിൽ നാളെ മറുപടി കിട്ടും എന്നുള്ള വളരെ ആഗ്രഹത്തോടും വാഞ്ചയോടും കൂടിയാണ് നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ ആ കടന്നു വന്ന് നമ്മുടെ വിഷയത്തിന് മറുപടി കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി കടന്നു വന്നപ്പോൾ തന്നെ ദൈവത്തിന് നമ്മളോട് ചിലത് സംസാരിക്കുവാനുണ്ട്. ദൈവത്തിന് നമ്മുടെ മേൽ ചില അഭിഷേകം പകരുവാനുണ്ട്. ഇന്ന് പകൽക്കാലം നമുക്കതിനായി നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ. കർത്താവെ, എന്റെ വിഷയത്തിന്മേൽ ദൈവം മറുപടി നൽകും. നമുക്കറിയാം, എത്രയോ കഴിഞ്ഞ നാടുകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ എത്രയോ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ദൈവം നമുക്ക് മറുപടി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അനുഭവിച്ച ഭാരങ്ങളെക്കാൾ, പ്രയാസങ്ങളെക്കാൾ വലിയ ഭാരമേറിയ വിഷയങ്ങളുമായിട്ടായിരിക്കാം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഉറപ്പ് എന്ന് പറയുന്നത്, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പാണ്, ആ ഒരു ധൈര്യമാണ്, ആ ഒരു വിശ്വാസമാണ് ഇന്നും ആ ഭാരമേറിയ വിഷയങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് തന്നെ കടന്നു വരണമെന്ന് കർത്താവ് നമ്മളെ ഓർപ്പിച്ച് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഉറപ്പുള്ള, ആ വിശ്വാസമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ ഏത് വിഷയത്തിന്മേൽ ഭാരത്തോടെ ആയിരിക്കുന്നുവോ ആ വിഷയത്തിന്മേൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി തന്ന ദൈവം ഇന്ന് പകൽക്കാലവും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഒരു പാട്ടിന്റെ ഈരടികളൊന്ന് പ്രാടിയതിനു ശേഷം ഞാൻ ഒരു വചന ശുശ്രൂഷയ്ക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ആയിരമായിരം നന്മകൾ നാം പ്രാപിച്ച നാളുകളോർത്തിടുമ്പോൾ, ആയിരമായിരം നന്മകൾ നാം പ്രാപിച്ച നാളുകളോർത്തിടുമ്പോൾ, സാരമില്ലീ ക്ലേശം മാറിയിടുമേ, നാഥനവനെന്നും കൂടെയുണ്ട്. ആമേൻ. സാരമില്ലീ ക്ലേശം മാറിയിടുമേ, നാഥനവനെന്നും കൂടെയുണ്ട്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിതേ, കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇതേ, കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിതേ, കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇതേ, എന്നിൽ പകർന്നൊരു ശക്തി ഇതേ. ആമേൻ. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടിയതുപോലെ 1000 നന്മകൾ നാം പ്രാപിച്ചവരാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നോക്കി പാട്ടുകാരൻ ഇപ്രകാരം പറയാണ്, സാരമില്ല, ഈ ക്ലേശവും മാറും, ഈ ക്ലേശവും മാറും, ഈ പ്രയാസങ്ങളും മാറും, ഈ ബുദ്ധിമുട്ടുകളും മാറും, ഈ രോഗവും സൗഖ്യമാകും, നമ്മുടെ പ്രതിസന്ധികൾ മാറും. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം ഈ ഗ്രൂപ്പിന് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കർത്താവിന്റെ അഭിഷിക്ത ദാസി വീണ സിസ്റ്ററെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിനായിട്ട് ഹൃദയം നിറഞ്ഞ ഒരു നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഞങ്ങൾ അങ്ങനെ ഒത്തിരിയൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ ഫോണിൽ കൂടി അങ്ങനെ വ്യക്തിപരമായിട്ട് ഒത്തിരി, എനിക്ക് തോന്നുന്നു 2-3 പ്രാവശ്യം മാത്രമേ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. എങ്കിൽ തന്നെയും സംസാരിച്ച ആ സമയം കൊണ്ട് തന്നെ ഒരു ജ്യേഷ്ഠത്തി അനീതി എന്നുള്ള ആ ഒരു സൗഹൃദ ബന്ധത്തിൽ, ആ ഒരു ആത്മീയ ബന്ധത്തിലായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. എന്നാൽ ഇന്ന് പകൽക്കാലം എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്തദാസിയോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് തനിക്ക് കൊടുത്ത ദർശനവും, കർത്താവ് കൊടുത്ത അഭിഷേകവും, കർത്താവ് കൊടുത്ത ശുശ്രൂഷകളൊക്കെയും പിന്നെയും അനുഗ്രഹിച്ച
മേൽക്കുമേൽ തന്നെ വർദ്ധിപ്പിക്കുമാറാകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ കർത്താവ് നിന്റെ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇത് പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം ഇന്നത്തെ മീറ്റിംഗിന് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ശരിയാൻ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വർഷിപ്പിന് ലീഡ് ചെയ്യുവാനും പ്രാർത്ഥനയെ സഹായിച്ച കർത്താവിന്റെ ദാസിയോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. കർത്താവിന്റെ ദാസിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനും ഞാൻ ഓർപ്പിച്ചതുപോലെ എന്റെ ഒരു കുടുംബത്തില് ആണ് ഇന്ന് പകൽക്കാലം ഞാൻ ശുശ്രൂഷിക്കുന്നത്. അതിന്റെ ഒരു വലിയൊരു സന്തോഷം എന്റെ ജീവിതത്തിലുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മളെല്ലാവരും ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് ഉള്ളെങ്കിൽ പോലും എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. നാളുകളായിട്ട് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കൂടി വരുമ്പോൾ തന്നെ ഒരു കുടുംബത്തിലെ ഒരു അംഗങ്ങളെ പോലെ എന്നാൽ ഒരാൾക്കൊരു വിഷയമുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ പരസ്പരം ചിലപ്പോൾ നേരിൽ കണ്ടിട്ടില്ലായിരിക്കാം. ഇതുവരെ ഞാൻ ആരെയും തന്നെ നേരിൽ കണ്ടിട്ടില്ല എങ്കിൽ തന്നെയും നമ്മൾ ഇങ്ങനെ കാണുന്നു ഉള്ളെങ്കിൽ തന്നെയും പരസ്പരം നമുക്ക് സ്നേഹത്തിൽ നമ്മൾ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുവാനും പരസ്പരം കൈത്താങ്ങിലേക്കുവാനും പരസ്പരം സഹായിപ്പാനും ഒക്കെയും ദൈവം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവ് ഈ ആത്മീയ ബന്ധം തകർന്നു പോകാതെ ആത്മാവിന്റെ ഐക്യതയിൽ തന്നെ മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പിന്നെയും പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്റെ സമയം അധികം മുമ്പോട്ടെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. വേഗത്തിൽ കർത്താവിനെ ഓൽപ്പിച്ച ചില തിരുവചന ഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് ദിവസം തിരിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നത് യെശയ്യാ പ്രവചനം 60-ാം അധ്യായം അതിന്റെ 1-ാം വാക്യമാണ്. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ആർക്കെങ്കിലും ഒന്ന് വായിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് വായിക്കാം. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാര ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ഓക്കെ, താങ്ക് യു. നമുക്കറിയാം, നമ്മളിവിടെ വായിച്ചു കേട്ട തിരുവചനത്തെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവസത്തെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനാദയമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവെ. അപ്പാ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്ധിയിലായിരിക്കുമ്പോൾ കർത്താവെ, അങ്ങ് തന്ന ചില ചിന്തകൾ പ്രാർത്ഥനാമുറിയിൽ കർത്താവ് കൈമാറിയ ചില ദൈവിക ആലോചനകൾ നിന്റെ മക്കളുമായി പങ്കുവെക്കുവാൻ കർത്താവെ അപ്പാ അടിയനും ദൈവസന്ധിയിലായിരിക്കുന്നു. അടിയന്റെ വായോട് നാവോട് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പാ ദൈവഹിതമില്ലാത്ത ഒരു വാക്ക് പോലും അടിയന് മേൽ വരുവാൻ ദൈവം സമ്മതിക്കൽ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എഴുതപ്പെട്ട തിരുവചനം അതേ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ തന്നെ ഇന്ന് പകൽക്കാലം ശുശ്രൂഷിപ്പാൻ കർത്താവെ അവിടുത്തെ കൃപയുടെ മേൽ ധാരാളമായി പകർന്നു തരുമാറാകണം. കേൾക്കുന്നതിന് മക്കളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി വിടുതലായി മാറുവാൻ, സൗഖ്യമായി മാറുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് പ്രവർത്തിപ്പാൻ കഴിവുള്ള വചനമാണ് കർത്താവെ. ദൈവ വചനത്തിന് ബന്ധനമില്ലല്ലോ കർത്താവെ. ഇന്ന് പകൽക്കാലം എല്ലാ ബന്ധനങ്ങളെ തകർത്ത് കർത്താവെ അനുഗ്രഹത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഹല്ലേലൂയ കഴിയുന്ന ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, സൂക്ഷിക്കുന്ന അടിയനെയും കേൾക്കുന്നതിന്റെ മക്കളെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കും, ഒരുമിച്ച് ശക്തീകരിക്കും, ഒരുമിച്ച് ബലപ്പെടുത്തും. ഇന്ന് പകൽക്കാലം ഒരു സൈന്യമായി ഞങ്ങളെ എഴുന്നേൽപ്പിക്കും. ഞങ്ങളത് വിശ്വസിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി പറയുന്നു, യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്കറിയാം ഒത്തിരി പ്രവാചകന്മാര് ബൈബിളിന്റെ 66 പുസ്തകം എടുത്തു നോക്കുമ്പോൾ ബൈബിൾ എഴുതിയത്, ബൈബിളിന്റെ ഓരോ പുസ്തകം എഴുതിയത് പല വ്യക്തികൾ ബൈബിൾ എഴുതിയിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിൽ തന്നെ അനേക പ്രവാചകന്മാരായിരിക്കുന്നവർ എഴുതിയ തിരുവചന ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. പ്രവാചകന്മാരുടെ ഗണത്തിൽ തന്നെ വലിയ പ്രവാചകന്മാർ എന്നറിയപ്പെടുന്ന യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ എന്ന് പറയുന്ന അവരും അനേക 21 ചെറിയ പ്രവാചകന്മാരും തിരുവചന ഭാഗങ്ങൾ എഴുതിയതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ വലിയ പ്രവാചകന്മാരിൽ ഒരാളായ യെശയ്യാവ് പ്രവാസത്തിലായിരിക്കുന്ന തന്റെ ജനത്തോട് അറിയിച്ച ഒരു ദൈവിക ആലോചന, ദൈവിക അരുളപ്പാടാണ് ഇത് നമ്മളിവിടെ വായിച്ചു കേട്ട തിരുവചനം എന്ന് പറയുന്നത്. ആ തിരുവചനം ഇപ്രകാരമാണ്: എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ അതിന്റെ എല്ലാ ഭാഗങ്ങളും എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനാമുറിയിൽ എന്നോട് പങ്കുവെച്ച ചില ദൈവിക ആലോചനകൾ മാത്രം നിങ്ങളുമായി ഷെയർ ചെയ്ത് ദൈവം ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്: പ്രവാചകൻ പ്രവാസത്തിലയക്കുന്ന ദൈവ മക്കളോട്, ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, എഴുന്നേറ്റ് പ്രകാശിക്കാം.
എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടത് ആവശ്യകത എന്താണെന്ന് അതിന്റെ 2ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടിക്കൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും അന്ധകാരത്തിലായിരിക്കുന്ന ഒരു ദേശം, ചുറ്റുപാടും അന്ധകാരത്തിലായിരിക്കുന്ന ഒരു കൂട്ടം ജനം. ഹല്ലേലൂയ. എന്നാൽ ആ അന്ധകാരത്തിലായിരിക്കുന്ന ആ ദേശത്ത് അന്ധകാരം കൊണ്ട് കൂരിരുട്ട് മൂടിയിരിക്കുന്ന ആ ജാതികളുടെ മധ്യത്തിൽ ഒരു പ്രകാശമാക്കി വെച്ചിരിക്കുന്ന ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ അതിന്റെ നടുവിൽ എഴുന്നേറ്റൊന്ന് പ്രകാശിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഓരോരുത്തരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ഓർപ്പിക്കുന്ന ഒരു കാര്യം അത് മാത്രമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഭവനത്തിൽ നോക്കുമ്പോൾ ഭവനാന്തരീക്ഷത്തെ നമ്മൾ പലപ്പോഴും അന്ധകാരം കൊണ്ട് മൂടിയതായി നമുക്ക് കാണുവാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന ദേശത്തെ ചുറ്റുപാടുകളെ നോക്കുമ്പോൾ അന്ധകാരം കൊണ്ടും കൂരിരുട്ട് കൊണ്ടും മൂടിയതായിട്ട് നമുക്ക് തോന്നുമാലും, എന്നാൽ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഓർപ്പിക്കുന്ന ഒരു കാര്യവും അത് മാത്രമാണ്, എഴുന്നേറ്റൊന്ന് പ്രകാശിക്കാം. എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നു, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം. ഹല്ലേലൂയ. ആ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ പകർന്നു തന്നിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമ്മളൊന്ന് എഴുന്നേറ്റ് പ്രകാശിക്കണമെന്ന്. ഹല്ലേലൂയ. കർത്താവ് നമ്മൾ പറഞ്ഞ ഇരുട്ട് മൂടിയ ആ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മളൊരു വെളിച്ചമായി പ്രകാശിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ച് ചില കാര്യങ്ങൾ അവന്റെ ആത്മാവ് ഓർപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം കൂടെ ഒന്ന് വായിച്ച് സഹായിക്കണമേ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ. മതി. അവിടെ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്, അവൻ ചിലരെ, എല്ലാവരെയും അല്ല, അവൻ ചിലരെ അപ്പോസ്തല. ആ ഒരു വാക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഇടയന്മാരായും സുവിശേഷകന്മാരായും ഉപദേഷ്ടാക്കന്മാരായിട്ടൊക്കെയും നിയമിച്ചിരിക്കുന്നു. നമുക്കറിയാം, കൊരിന്ത്യർ സഭയോട് നമുക്ക് എഫെസ്യ സഭയോട് നമ്മൾ അറിയിച്ച ഒരു ദൈവിക ആലോചനയാണ് നമ്മൾ അവിടെ വായിച്ചു കേൾക്കുവാൻ തക്കൻ ഇവിടെ എത്തുന്നത്. ഇന്ന് പകൽക്കാലവും ഞാൻ ഈ വചനം എനിക്ക് ഷെയർ ചെയ്യുവാൻ ദൈവാത്മാവ് എന്നെ ഓർപ്പിച്ചപ്പോൾ ദൈവാത്മാവ് എന്നെ ഓർപ്പിച്ച ഒരു കാര്യവും ഇത് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സംസാരിക്കുവാനുണ്ട്. ചിലരോട് ചിലപ്പോൾ ദൈവാത്മാവ് എനിക്ക് കൈമാറിയ ദൈവിക ആലോചനകൾ ഷെയർ ചെയ്യുമ്പോൾ അത് എല്ലാവരുടെയും ഉള്ളിൽ ആ വചനം പ്രകാശിച്ചു എന്ന് വരത്തില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിച്ച ഒരു കാര്യം ഇതാണ്, നമ്മളൊക്കെയും നാളുകളായിട്ട് ദേശത്തിന് ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഹല്ലേലൂയ. നമ്മുടെ ദേശത്ത് ഒരു ഉണർവുണ്ടാകണം, അല്ലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണർവുണ്ടാകണം, നമ്മുടെ കുടുംബത്തിൽ ഒരു ഉണർവുണ്ടാകണമെന്ന് വളരെയധികം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവദാസിമാരും ദൈവദാസന്മാരും ദൈവമക്കളുമാണ് ഈ സൂമിലൂടെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഉണർവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓരോ വ്യത്യസ്തമായി ഇന്ന് പകൽക്കാലം ഓർപ്പിച്ചതുപോലെ ചിലരെ ഓരോരുത്തരെയും എല്ലാവരെ കുറിച്ചും ദൈവത്തിന് പദ്ധതികളുണ്ട്. എന്നാൽ ചിലരെ പ്രത്യേകമായ രീതിയിൽ ദൈവം അനോയിന്റ് ചെയ്ത് അഭിഷേകം ചെയ്ത് ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. എന്നെ ഓർപ്പിച്ച ഒരു കാര്യം ഇതാണ്. ഞാൻ ആ വചനം ഇങ്ങനെ വായിക്കുകയും പ്രാർത്ഥനാമുറിയിൽ ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഉപമ പോലെ എന്നോട് ദൈവാത്മാവ് ഓർപ്പിച്ച ഒരു കാര്യം ഇതാണ്. നമുക്കറിയാം, ഒരു ഉണർവിന് വേണ്ടി നമ്മൾ ദൈവത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ ഉണർവ് ദേശത്ത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു അപ്പോസ്തലൻ കൊണ്ട് മാത്രം അത് ഉണർവ് നടക്കത്തില്ല, ഒരു പ്രവാചകനെ കൊണ്ട് മാത്രം ആ ഉണർവ് നടക്കത്തില്ല, ഒരു സുവിശേഷനെ കൊണ്ട് മാത്രം ഉണർവ് നടക്കത്തില്ല. അങ്ങനെ എന്ത് ചെയ്യാം, ഓരോരുത്തരും തങ്ങളെ ഏൽപ്പിച്ചതായ കാര്യങ്ങൾ അത് കൃത്യതയോടെ നിർവഹിക്കുവാൻ മാത്രമാണ് ആ ഒരു ഉണർവ് നടക്കുന്നത്. ദൈവാത്മാവ് എന്നെ ഒരു ഉപമ പോലെ കാണിച്ച ഒരു കാര്യം ഇപ്രകാരമാണ്. ഒരു കല്യാണ സദ്യക്ക് നമ്മൾ എന്ത് ചെയ്യുക, പല വിഭവങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. എന്നാൽ ആ കല്യാണ സദ്യക്ക് വിളമ്പി കൊടുക്കുന്നവര് പറയുകയാണ്, അവര് ചോറ് മാത്രമേ വിളമ്പി കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സദ്യക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരുമിച്ച് കഴിച്ചതിന്റെ ആ ഒരു രുചി നമുക്ക് ആസ്വദിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ചോറും വിളമ്പി കൊടുക്കുന്നവര് പറയാണ്, ഞങ്ങൾ സാമ്പാർ മാത്രമേ വിളമ്പി കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞാലും അതിന്റെ മറ്റുള്ള എല്ലാ വിഭവങ്ങളും കൂട്ടിയ രുചി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. എന്നാൽ അതിനെ വിളമ്പാൻ വേണ്ടി ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോ കാര്യം ചോറ് വിളമ്പാൻ ഒരാൾ ഏൽപ്പിച്ചിരിക്കുന്നു,
ഏൽപ്പിച്ചിരിക്കുന്നു, സാമ്പാർ വിളമ്പാൻ ഒരാളെ ഏൽപ്പിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ കൂട്ടുകറി ആയാലും അതിന്റെ ഓരോ കാര്യങ്ങൾ, ഓരോ കറികളും വിളമ്പുവാൻ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, അവർ ഓരോരുത്തരും വിളമ്പി ആ ഇലയിൽ എല്ലാ വിഭവങ്ങളും ഒരുമിച്ച് കൂടി വന്ന് ആ വിഭവങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി നമ്മൾ കഴിക്കുമ്പോഴാണ് ഒരു സദ്യ കഴിച്ചതിന്റെ ആ ഒരു സന്തോഷവും ആ ഒരു ആനന്ദവും ആ ഒരു സംതൃപ്തിയും നമുക്ക് ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ദേശത്തിന് നമുക്കൊരു ഉണർവ് ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഹല്ലേലൂയ, പ്രാർത്ഥിക്കുവാൻ ദൈവം ചിലരെ നിയോഗിച്ചു വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ചിലരെ എന്ത് ചെയ്യുക, അപ്പോസ്തല ശുശ്രൂഷയ്ക്കായി, പ്രവാചക ശുശ്രൂഷയ്ക്കായി, ഇടയ ശുശ്രൂഷയ്ക്കായിട്ടൊക്കെയും ദൈവം ഓരോരുത്തരെയും നിയോഗിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവസ്ഥിതിയിലായിരിക്കുന്ന ആരെയും ദൈവം വെറുതെ വിളിച്ചിട്ടില്ല, ആരെയും എല്ലാ കാലവും വിശ്വാസികളായി ഇരിക്കുവാൻ വിളിച്ചിട്ടില്ല. നമ്മൾ ബൈബിളുടനീളം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മൾ യേശുവിലുള്ള വിശ്വാസത്താൽ നമ്മൾ ദൈവസ്ഥിതിയിൽ കടന്നു വരുമ്പോൾ തന്നെ, നമ്മൾ വിശ്വാസികൾ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുമ്പോൾ തന്നെ പിന്നെന്ത് ചെയ്യുക, ഓരോ ദിവസവും ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ, ദൈവവചനത്തിന്റെ ആഴങ്ങളെ നമ്മൾ മനസ്സിലാക്കും തോറും നമ്മുടെ പദവികൾക്ക് മാറ്റം വന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ വിശ്വാസികൾ എന്ന അതിൽ നിന്ന് നമ്മൾ വിശുദ്ധന്മാരായി തീരുന്നു. ആ വിശുദ്ധന്മാർ എന്ന പദവിയിൽ നിന്ന് നമ്മളെ മക്കൾ എന്നുള്ള പദവിയിലേക്കായി തീരുന്നു. ആ മക്കൾ എന്ന പദവിയിൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് മക്കളെന്നും പ്രിയ മക്കളെന്നും ഉള്ള പദവിയിലേക്ക് നമ്മൾ ആയിത്തീരുന്നു. അതിൽ തന്നെയാണ് മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകൻ. അപ്പോൾ നമ്മുടെ ഓരോ ദിവസവും ആത്മീയമായി നമ്മൾ വളർച്ച പ്രാപിക്കും തോറും നമ്മുടെ പൊസിഷനുകൾക്ക് ദൈവം മാറ്റം വരുത്തുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവര്, ഞാൻ ആത്മാർത്ഥമായ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത കർത്താവെ, ഇന്ന് പകൽക്കാലം കർത്താവ് അഭിഷേകത്തിന്റെ തീ ഓരോരുത്തരും ഉള്ളത്തിൽ കൊളുത്തി ഈ ദിവസങ്ങളിൽ കർത്താവ് ഏത് ഉദ്ദേശത്തിനായിട്ട് അവരെ വിളിച്ചു വേർതിരിച്ചുവോ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ ഹിതം ചെയ്തെടുക്കുവാൻ ഇന്ന് പകൽക്കാലം ഒരു പൂർണ്ണ സമർപ്പണമുള്ളവരായി തീരേണ്ടതിന് കർത്താവിന്റെ കരങ്ങളെ നമുക്ക് ഏൽപ്പിച്ച സമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. ഇത് പകൽക്കാലം നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ ഓരോ വിഷയങ്ങളൊന്ന് ഞാൻ ഒന്ന് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഓരോ വിഷയങ്ങളും ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവദാസന്മാരുണ്ട്, അതുപോലെ തന്നെ ദൈവദാസിമാരുണ്ട്. എനിക്കറിയാം, പൂർണ്ണമായിട്ട് ഞാൻ ഒരു സാധാരണ ഒരാൾക്കാരോടല്ല, നമ്മൾ ദിനം പ്രതി രാവിലെയും വൈകുന്നേരവും അനേക ദൈവദാസന്മാരിൽ കൂടി അനേക ദൈവവചനം കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളോടാണ് ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കുന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ ഞാൻ സംസാരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ ഈ ഓരോ കാറ്റഗറിയെ കുറിച്ചും ഓരോ ആ വ്യത്യസ്തമായ തലങ്ങളെ കുറിച്ചും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടി വെളിപ്പെടുത്തുമ്പോൾ, ചിലപ്പോൾ അപ്പോസ്തലനെ കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു തീ കത്തിയെന്ന് വരത്തില്ല. എന്നാൽ ആ പ്രവാചകനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ തീ കത്തിയെന്ന് വരത്തില്ല. എന്നാൽ നമ്മൾ തിരുവചനം അങ്ങനെയാണ് പറയുന്നത്. ആ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ തിരുവചനങ്ങളെ തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു എന്നാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ തിരുവചന ഭാഗങ്ങളെ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏത് വിഷയത്തിന്മേൽ ഇതുവരെ നമ്മളെ കുറിച്ചുള്ള വിളിയും തിരഞ്ഞെടുപ്പും നമുക്ക് ഉറപ്പാക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ദൈവം വിളിച്ചു, ഞാൻ ഇത്രയും നാളും കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു, എന്നാൽ ഇതുവരെയും ഈ കാറ്റഗറിയിൽ ഏതിലാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നുള്ള ബോധ്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള ബോധ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അറിവിലേക്കായിട്ടൊരു കാര്യം ഓർപ്പിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളത്തിൽ പ്രകാശിപ്പിച്ചെന്ന ഒരു കാര്യമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഓരോ കാറ്റഗറിയെ കുറിച്ചും ആ ദൈവവചനത്തിൽ കൂടി ഷെയർ ചെയ്യുമ്പോൾ, ആ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ഒരു കത്തൽ ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും വിശ്വസിക്കണം, കർത്താവ് അതിനു വേണ്ടിയാണ്, ആ ഒരു നിയോഗത്തിന് വേണ്ടിയാണ് ദൈവം എന്നെ വിളിച്ചു വേർതിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ആ കത്തൽ ഉണ്ടാകുമ്പോൾ തന്നെ കർത്താവെ, ദൈവം എന്നോട് ഇടപെട്ടതാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകുമ്പോൾ തന്നെ ആരതിനു വേണ്ടി സമർപ്പിച്ചു കൊടുക്കുന്നുവോ ഇന്ന് പകൽക്കാലം അവരുടെ മേൽ കർത്താവ് ഒരു പുതിയ അഭിഷേകം പകരുവാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ ഉള്ളതുപോലെയല്ല, ഈ ദിവസങ്ങളിൽ തന്നെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവം തരുന്ന നിയോഗത്തെ ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ ആ നിയോഗത്തിനൊത്തവണ്ണം ഹല്ലേലൂയ സമർപ്പണമുള്ളവരായ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ ആ ശുശ്രൂഷ നിങ്ങൾ കൂടി വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ പ്രാർത്ഥനാ മുറിയിൽ ഓർപ്പിക്കുവാൻ തക്ക നമ്മുടെ ആയിത്തീർന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് ചില ചിന്തകളുമായിട്ട് ദൈവസന്നിധിയിലേക്ക് മുമ്പോട്ട് കടന്നു പോകാം. അതിന് ഓർപ്പിക്കുന്നത് പോലെ തന്നെ ഹല്ലേലൂയ ദൈവം നമ്മൾ ഓരോരുത്തരെയും വലിയൊരു ഉണർവിനായിട്ട് കണ്ടിരിക്കുന്നു. ആ ഉണർവിന്റെ വക്താക്കളാക്കി മാറ്റുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ഉണർവിന് വേണ്ടി കർത്താവെ എന്നെ ഉപയോഗിക്കണമേ, കർത്താവെ എന്റെ കുടുംബത്തെ ഉപയോഗിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്കറിയാം പ്രിയമുള്ളവരെ, നമുക്ക് ഓരോരുത്തരും നമ്മളായിരിക്കുന്ന ഈ ദേശത്തിന്റെ അവസ്ഥ, നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഈ രാജ്യത്തിന്റെ അവസ്ഥകളൊക്കെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. മുമ്പേ ഓർപ്പിച്ചതുപോലെ അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതി
ജാതികളെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് നമ്മളെ ഒരു ജ്വലിക്കുന്ന ഒരു കത്തുന്ന തീപ്പന്തങ്ങളാക്കി നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ കാലങ്ങളും സമയങ്ങളും നമ്മുടെ മുമ്പിൽ അധികമില്ല. ഹല്ലേലൂയ പലപ്പോഴും ദൈവം പലപ്പോഴും നമുക്ക് നിയോഗങ്ങൾ തന്നിട്ടും ഹല്ലേലൂയ അത് ഏറ്റെടുക്കുവാൻ മനസ്സില്ലാതെ നമ്മൾ ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നാളുകളായി ദൈവ നിയോഗം കേട്ടിട്ടും അതിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ കഴിയാതെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവ സ്നേഹത്തിൽ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധനെ ഓർപ്പിച്ചതുപോലെ ഹല്ലേലൂയ ദൈവം തരുന്ന നിയോഗം ഇനിയും ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ കർത്താവ് എന്നും സ്നേഹവാനായിട്ടിരിക്കത്തില്ല. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളോട് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കും. ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധമായിരിക്കും ആ പ്രാർത്ഥനാ മുറിയിൽ അത്രമാത്രം ഒരു നിയോഗം തന്നതുകൊണ്ടാണ് ഇപ്രകാരം ശുശ്രൂഷിക്കുവാൻ ഇടയായി തീരുന്നത്. ഹല്ലേലൂയ കർത്താവ് നമ്മളെ ആഴമായി സ്നേഹിക്കുന്നു. നമ്മളെ മാത്രമല്ല നമ്മുടെ ദേശത്തെയും നമ്മുടെ ചുറ്റുപാടുകളെ എല്ലാം ദൈവം ആഴമായി സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവാത്മാവ് ഇങ്ങനെയുള്ള ചില ആലോചനകൾ നമുക്ക് കൈമാറുന്നത്. ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും സ്നേഹത്തോടെ അവരോട് പറഞ്ഞു കൊടുക്കും, മോനെ അത് ചെയ്യരുത്, മോളെ അത് ചെയ്യരുതെന്ന്. എന്നാൽ പിന്നീട് അത് തന്നെ അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നമ്മൾ പിന്നീട് ഒരു അടി കൊടുക്കുവാനിടയെ തീരും. ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരും ദൈവസേന അങ്ങനെ ഒരു അടി മേടിക്കാതെ ഹല്ലേലൂയ കർത്താവ് തന്ന നിയോഗങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞ് ആ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കുന്ന തീപ്പന്തങ്ങളായി മാറുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ ഞാൻ വേഗത്തിൽ തിരുവഴുത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. നമ്മളവിടെ വായിച്ചു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും. ഹല്ലേലൂയ ഞാൻ അതൊന്ന് വേഗത്തിൽ ഓർപ്പിക്കട്ടെ, ലഭിച്ച സമയത്ത് തന്നെ വേഗത്തിൽ തീർക്കണമല്ലോ. ഹല്ലേലൂയ എന്താണ് അപ്പോസ്തലൻ എന്ന് പറയുന്നത്? എന്നാൽ എന്താണ് അപ്പോസ്തലൻ എന്നുള്ള വാക്കിനകത്ത് വേഗത്തിൽ ഒന്ന് തിരുവചനം ഒന്ന് വായിക്കാൻ ഒന്ന് സഹായിക്കണമേ. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിക്കണമെന്ന്. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 12-ാം വാക്യം, 12-ാം അധ്യായം 12-ാം വാക്യം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെടുന്നുവല്ലോ. ആമേൻ ആമേൻ. നമ്മളവിടെ വായിച്ചു കേട്ടത് ഇപ്രകാരമാണ്: അപ്പോസ്തലനാണെങ്കിൽ അതിന്റെ ഒരു ലക്ഷണം എന്താണെന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഈ തിരുവചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ ഇതുപോലെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് വ്യക്തതയോടെ നിങ്ങൾക്കൊരു ബോധ്യം തരുന്നു. നിങ്ങളെ ഒരു അപ്പോസ്തല ശുശ്രൂഷയ്ക്കായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഞാനൊരു സ്ത്രീയല്ലേ, ഞാനൊരു പുരുഷനല്ലേ? അല്ല. റോമാലേഖനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഹല്ലേലൂയ യോവേൽ പ്രവചന പുസ്തകം നമ്മൾ വായിക്കുന്നതിന്റെ നിവൃത്തിയാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത്. യോവേൽ പ്രവചനത്തിൽ വായിക്കുന്നു, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അവിടെ റോമാലേഖനത്തിൽ വായിക്കുന്നു, ആണെന്നോ പെണ്ണെന്നോ ഒന്നും വ്യത്യാസമില്ല, ഇത് അന്ത്യകാലമായിരിക്കാൽ ഒരു അന്ത്യകാല ഉണർവിനായി ദൈവം ആര് സമർപ്പണത്തോടെ കടന്നു വരുന്നുവോ, സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ദൈവത്തിന്റെ ആത്മാവിനെ പകർന്ന് ഹല്ലേലൂയ ഒരു അന്ത്യകാല ഉണർവിനായി ഓരോ വ്യക്തികളെയും ദൈവം ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പറയട്ടെ, അപ്പോസ്തലൻ ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നു, അവൻ പൂർണ്ണ സഹിഷ്ണുതയുള്ളവനായിരിക്കണമെന്ന്. ഹല്ലേലൂയ അവിടെ നമ്മൾ വായിച്ചത് ഇപ്രകാരമാണ്: അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ എന്ത് ചെയ്യാ? അവൻ പൂർണ്ണ സഹിഷ്ണുത. നമുക്കറിയാം സഹിഷ്ണുത വേണ്ടത് ആർക്കാണ്? ഹല്ലേലൂയ കഷ്ടതയുള്ളവർക്കാണ് എന്ത് ചെയ്യാ സഹിഷ്ണുത ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ കഷ്ടതയുള്ളവർക്ക് സഹിഷ്ണുതയാണ്. അവിടെ നമ്മൾ അതിന്റെ ഒരു വേറെ ട്രാൻസ്ലേഷൻ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഒരു കാര്യം ഇതാണ്: പൂർണ്ണ സഹിഷ്ണുതയോടെ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവനാണ് അപ്പോസ്തലൻ. പൂർണ്ണ സഹിഷ്ണുതയോടെ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവനാണ് അപ്പോസ്തലൻ എന്ന് പറയുന്നത്. അങ്ങനെ എങ്കിൽ എന്ത് ചെയ്യാ? നമ്മുടെ ജീവിതത്തിൽ ഓരോ ഒന്നിന് പിറകെ ഒന്നായി കഷ്ടങ്ങൾ മാത്രം നമ്മൾ കാണുമ്പോൾ ഹല്ലേലൂയ പലപ്പോഴും കഷ്ടങ്ങളെ നോക്കി പകച്ചു നിൽക്കുന്നവരാണോ? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നമ്മുടെ മേൽ ദൈവം ഒരു അഭിഷേകം പകർന്നിട്ടുണ്ട്. അപ്പോൾ കഷ്ടത വരുമ്പോൾ അതിന്റെ നടുവിൽ പിറുപിറുക്കുവാനല്ല, അതിന്റെ നടുവിൽ പിന്മാറി പോകുവാനല്ല, അതിന്റെ നടുവിൽ കഷ്ടതയെ നോക്കി നിരാശപ്പെടുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിന് റോമാലേഖനത്തിൽ വായിക്കുന്നു, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ കഷ്ടങ്ങളിലും പ്രശംസിക്കുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം ആർക്ക് കഷ്ടതയിൽ പ്രശംസിക്കുവാൻ കഴിയും? അവരെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ കഷ്ടതയിൽ പിറുപിറുക്കുന്നവരെയല്ല, കഷ്ടതയിൽ നിരാശപ്പെടുന്നവരെയല്ല. ഹല്ലേലൂയ കഷ്ടതയിൽ പ്രശംസിക്കുവാൻ ആർക്ക് കഴിയുന്നുവോ അവരെ നോക്കി ദൈവത്തിന് പരിശുദ്ധമാവ് ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഒരു അപ്പോസ്തല ശുശ്രൂഷയ്ക്കായി ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ആര് സമർപ്പണത്തോടെ കടന്നു വരുന്നുവോ ഹല്ലേലൂയ അവരെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ
മാത്രമല്ല അവിടെ നമ്മൾ കാണുന്ന ഇപ്രകാരമാണ്, ഹാലലൂയ, അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ അവൻ പൂർണ്ണ സഹിഷ്ണുതയുള്ളവൻ എന്ന് പറഞ്ഞാൽ അവൻ എല്ലാത്തിലും എപ്പോഴൊക്കെ കഷ്ടത ഉണ്ടാകുന്നുവോ അവിടെയൊക്കെയും കർത്താവെ സഹിപ്പാൻ ഒരു കൃപ നൽകണമേ എന്ന് അവൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് സഹിഷ്ണുതയുടെ ഒരു വരം ദൈവം നൽകിക്കൊടുത്ത് കർത്താവ് ശുശ്രൂഷയ്ക്കായി കർത്താവ് ഈ നാളുകളിൽ ദൈവം ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് മാത്രമല്ല അവിടെ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. ഹല്ലേലൂയ. നമ്മൾക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിക്കേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുള്ളപ്പോൾ തന്നെ ഹല്ലേലൂയ, നമ്മൾ മനുഷ്യർ നമ്മളെ ചുറ്റുപാടുള്ളവർ നോക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഒന്നിന് പിറകെ ഒന്നായിട്ട് പലവിധമായ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നത് മാത്രമായിരിക്കാം അവർ കാണുന്നത്. എന്നാൽ നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നമ്മൾ എടുത്തു നോക്കി ഞാൻ ഓർപ്പിച്ച പോലെ ഇത് ചിലപ്പോൾ എല്ലാവർക്കുമുള്ള ദൂതല്ല. ഹല്ലേലൂയ. ആരെ അപ്പോസ്തല ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചു വേർതിരിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ ബോധ്യം വരുത്തുവാനാണ് ഈ വചനം ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടതയുടെ വേളയിൽ ഹല്ലേലൂയ അനേക അത്ഭുതങ്ങൾ നമ്മൾ കണ്ടവരാണ്, അനേക അടയാളങ്ങൾ നമ്മൾ അനുഭവിച്ചവരാണ്, അനേക വീര്യ പ്രവൃത്തികൾ നമ്മൾ അനുഭവിച്ചവരാണ്. അങ്ങനെ ആരെങ്കിലും ഇന്ന് പകൽക്കാല ദൈവശബ്ദം കേൾക്കുന്നുവെങ്കിൽ അവരോടായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ഉറപ്പ് തരികയാണ്. ഹല്ലേലൂയ. ഈ കഷ്ടത നിന്നെ തകർക്കുവാനല്ല, ഈ പ്രയാസങ്ങൾ നിന്നെ തകർക്കുവാനല്ല. ഹല്ലേലൂയ. നിന്നെ ഒരു പുതിയൊരു അഭിഷേകം തന്ന് ഒരു പുതിയ ശുശ്രൂഷയിലേക്ക് ദൈവം നിന്നെ നയിക്കുവാനായിട്ടാണ് ഈ കഷ്ടതയുടെ നടുവിലും അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും തന്ന് ഹല്ലേലൂയ നിന്നെ ഉറപ്പിക്കുന്നതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കഷ്ടതയിലായിരിക്കുന്ന ദൈവജനത്തിന് ഇന്ന് പകൽക്കാലം ഒരു ഉറപ്പുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഈ കഷ്ടതയെ തകർത്ത് കളയത്തില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഒരു പുതിയ അഭിഷേകം പ്രാപിച്ച് ഞാൻ കർത്താവിനെ ഏൽപ്പിച്ച ആ അപ്പോസ്തല ശുശ്രൂഷ ഞാൻ ചെയ്തെടുക്കുമെന്നുള്ള ആ ഒരു സമർപ്പണത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്. ഹല്ലേലൂയ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും. ഹല്ലേലൂയ. നമുക്കറിയാം ആരാണ് പ്രവാചകൻ. അല്ലെ, യിരെമ്യാവിന്റെ പുസ്തകം ഒന്ന് വേഗത്തിൽ വായിക്കണമേ. യിരെമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പുസ്തകം അതിന്റെ 23-ാം അധ്യായം 9-ാം വാക്യം. സ്തോത്രം സ്തോത്രം. പ്രവാചകന്മാരെ കുറിച്ചുള്ള അരുളപ്പാട്. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ നുറങ്ങിയിരിക്കുന്നു, എന്റെ അസ്ഥികളൊക്കെയും ഇളകുന്നു. യഹോവ നിമിത്തവും അവന്റെ വിശുദ്ധ വചനങ്ങൾ നിമിത്തവും ഞാൻ മത്തനായിരിക്കുന്ന പോലെയും വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചതിനെ പോലെയും ആയിരിക്കുന്നു. അടുത്തൊരു വാക്യം ഒന്ന് വായിച്ചേ. ദേശ വ്യഭിചാരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ശാപനിമിത്തം ദേശം ദുഃഖിക്കുന്നു, മരുഭൂമിയിലെ മേച്ചിൽപ്പുറങ്ങൾ ഉണങ്ങിപ്പോയിരിക്കുന്നു. അവരുടെ ഓട്ടം ദോഷമുള്ളതും അവരുടെ ബലം നേരുകെട്ടതും ആകുന്നു. ആമേൻ ആമേൻ. നമ്മളിവിടെ വായിച്ചു കേട്ടു ആരാണ് പ്രവാചകൻ എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കാണുന്ന പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവര് അവര് സ്റ്റേജിൽ നിന്ന് തിളങ്ങുന്നത്, അവര് അഭിഷിക്ത ശുശ്രൂഷകൾ ചെയ്യുന്നത് മാത്രമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ നമ്മൾ അവരെ നോക്കി പറയും പ്രവാചകന്മാരെന്ന്. എന്നാൽ യഥാർത്ഥമായ പ്രവാചകൻ ആരാ എന്ന്, പ്രവാചക അഭിഷേകം ഉള്ളവർ ആരാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിവിടെ ഓർപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഒരു പ്രവാചകനാണെങ്കിൽ എന്ത് ചെയ്യണം? അവന്റെ ഹൃദയം ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചാണ് ദുർങ്ങിയിരിക്കുന്നത്? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ച് ഓർത്തല്ല. ഹല്ലേലൂയ. നമ്മുടെ രോഗത്തെ നോക്കിയോ അല്ലെങ്കിൽ നമ്മുടെ ഭാരങ്ങളെ നോക്കിയോ നമ്മുടെ പ്രയാസങ്ങളെ നോക്കിയല്ല ഹല്ലേലൂയ പ്രവാചകൻ ദുഃഖിക്കുന്നത്, പ്രവാചകന്റെ ഉള്ളം നുറുങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്കറിയാം ഓരോ പ്രവാചകന്മാരുടെയും ജീവിതം എടുത്ത് പഠിച്ചാൽ ഞാൻ അതൊന്നും വിശദീകരിക്കാനുള്ള സമയം എന്റെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ ഓരോ ദിവസവും വായിക്കുകയും പഠിക്കുകയും ഹല്ലേലൂയ അതൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാനുണ്ട്. എന്നാൽ അതിലേക്കൊന്നും ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ പ്രവാചകന്മാരുടെയും ജീവിതം എടുത്ത് പഠിച്ചാൽ ഹല്ലേലൂയ ശരീരത്തിൽ ഹല്ലേലൂയ ജീവിതകാലം മുഴുവൻ രോഗം വഹിച്ചുകൊണ്ട് നടന്ന് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്തെടുത്ത അഭിഷിക്ത പ്രവാചകന്മാരെ കുറിച്ച് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഹല്ലേലൂയ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ടും അപമാനിക്കപ്പെട്ടും മറ്റുള്ളവരാൽ ദ്രോഹോപദ്രവം ഏറ്റവും അങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു നിമിഷം പോലും സ്വസ്ഥതയോ സമാധാനമോ അനുഭവിക്കുവാൻ കഴിയാതെ ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിറപടിയായി നിവർത്തിച്ചെടുത്ത പ്രവാചകന്മാരെ കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവരെ കുറിച്ച് പഠിക്കുമ്പോൾ അവരാരും കർത്താവേ എന്റെ രോഗത്തെ മാറ്റണമേ, അല്ലെങ്കിൽ എന്റെ കഷ്ടങ്ങളെ മാറ്റണമേ, എന്റെ നിന്ദകളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ച് അതിനെക്കുറിച്ച് അനുദപിക്കുകയോ വേദനിക്കുകയോ ചെയ്തതായിട്ടല്ല നമ്മൾ കാണുന്നത്. അവരൊക്കെയും കാണുന്നത് അവിടെ
നമ്മൾ കാണുന്ന ഇപ്രകാരമാണ്: ദേശം വ്യഭിചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ശാപം നിമിത്തം ദേശം ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേശം പാപം നിമിത്തം, ശാപം നിമിത്തം, മ്ലേച്ഛത നിമിത്തം ഹല്ലേലൂയ ദേശം ദുഃഖിച്ചു കഴിയുമ്പോൾ ആ ദേശത്തെ നോക്കി കരയുന്ന, വിലപിക്കുന്ന, ഉള്ളം നുറങ്ങിയിരിക്കുന്ന ഹല്ലേലൂയ വ്യക്തികളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുന്നു. നിന്റെ ഉള്ളിൽ കർത്താവ് അങ്ങനെ ഒരു ആത്മഭാരം തരുന്നുവെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിനക്ക് ഉറപ്പ് തരുന്നു. നിന്നെ ഒരു പ്രവാചക അഭിഷേകം നിന്റെ മേൽ ഉണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ഉറപ്പ് തരികയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഹല്ലേലൂയ പലവിധമായ കഷ്ടങ്ങൾ നമ്മൾ വഹിക്കുമ്പോഴും, ഭാരങ്ങൾ വഹിക്കുമ്പോഴും ഹല്ലേലൂയ അതിനേക്കാൾ ഉപരിയായി കർത്താവേ, അപ്പാ എന്റെ പ്രിയപ്പെട്ടവര്, എന്റെ സഹോദരങ്ങൾ കർത്താവേ, ഹല്ലേലൂയ അപ്പാ എന്റെ ദേശത്തിലുള്ളവര് കർത്താവേ, അനേകര് കർത്താവേ പാപത്തിലും ശാപത്തിലും രോഗത്തിലും കഴിഞ്ഞ് കർത്താവേ നിത്യദണ്ഡനം അനുഭവിക്കുന്നു, നിത്യനാശത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവെ അവരെ വിടുവിക്കണമേ എന്ന് പറഞ്ഞ് ആർക്കുള്ളം നുറങ്ങി കരയുവാനും പ്രാർത്ഥിക്കുവാനും കഴിയുന്നുവോ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രവാചക അഭിഷേകം അവരുടെ മേൽ പകർന്നിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വ്യക്തതയോടെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവ് ഓർപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: പ്രവാചക അഭിഷേകം നിന്റെ മേൽ ഉണ്ട് എന്ന് നിനക്ക് ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ ഇനി മുമ്പോട്ടുള്ള നാളുകളിൽ ഈ പ്രാർത്ഥനാ മുറിയിൽ ചിലവഴിക്കുന്ന സമയങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് ചില ആലോചനകൾ കൈമാറുവാൻ പോവുകയാണ്. പ്രാർത്ഥനാ മുറിയിൽ പലപ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചില വ്യക്തികളോട് വ്യക്തമായി ഇടപെടുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും പ്രാർത്ഥനാ മുറിയിൽ ചില വ്യക്തികളെ കുറിച്ച്, ചില ദേശങ്ങളെ കുറിച്ച്, ചില കുടുംബങ്ങളെ കുറിച്ച് വ്യക്തമായ ദൈവിക ആലോചനകൾ നിനക്ക് കൈമാറിയിട്ടും പലപ്പോഴും നീ ഹല്ലേലൂയ ഇത് ദൈവത്തിന്റെ വ്യക്തമായ ആലോചനയാണോ, ഹല്ലേലൂയ ഇത് വ്യക്തമായ ദൈവത്തിന്റെ അരുളപ്പാടാണോ എന്ന് ഹല്ലേലൂയ ഉറപ്പാക്കുവാൻ കഴിയാതെ, ഹല്ലേലൂയ പലപ്പോഴും മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ കഴിയാതെ നീ ഭയപ്പെട്ട് അധൈര്യപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്നു. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ പ്രവാചക അഭിഷേകം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പങ്കുവെക്കുന്ന ആലോചനകൾ അത് കൈമാറുവാനുള്ള ധൈര്യം കാണിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, ഹല്ലേലൂയ അനേക വ്യക്തികളുടെ വിടുതലിന് വേണ്ടി, അനേക കുടുംബങ്ങളുടെ വിടുതലിന് വേണ്ടി ഹല്ലേലൂയ നിന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൈവിക ആലോചനയെ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ആർക്കതിന് വേണ്ടി ഇന്ന് പകൽക്കാലം സമർപ്പിച്ചു കൊടുക്കാൻ കഴിയും? ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ ഹൃദയ നുറുക്കത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ പലപ്പോഴും രമ്യാവ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ നുറുങ്ങിയിരിക്കുന്നു, എന്റെ അസ്ഥികളൊക്കെയും ഇളകുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് എന്റെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന്, ഹല്ലേലൂയ എന്റെ അസ്ഥികളൊക്കെയും ഇളകുന്നതിന്റെ കാരണം എന്താണെന്ന് അവിടെ ഓർപ്പിക്കുന്നു. യഹോവ നിമിത്തവും അവന്റെ വിശുദ്ധ വചനങ്ങൾ നിമിത്തവും ഞാൻ മത്തനായിരിക്കുന്ന പോലെയും വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചവനെ പോലും ആയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ അനുഭവമൊക്കെയും ഹല്ലേലൂയ അത് പ്രാപിച്ചിരിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇതുവരെയും ഇതുപോലുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോയിട്ടും ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയുള്ള നിയോഗങ്ങളിൽ കൂടി കടത്തി വിട്ടിട്ടും ഹല്ലേലൂയ നിന്നെ വിളിച്ചിരിക്കുന്ന വിളി എന്തെന്ന് നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ, നിന്റെ മകൾ പകർന്നിരിക്കുന്ന അഭിഷേകം എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ ആരെങ്കിലും നിരാശയോടെ ഹല്ലേലൂയ അധൈര്യപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നിന്റെ മേലൊരു പ്രവാചക അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ മുറിയിൽ ആയിരിക്കുമ്പോൾ കർത്താവേ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധി സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ കർത്താവേ അപ്പാ കഴിഞ്ഞ നാളുകളിൽ പലപ്പോഴും പ്രാർത്ഥനാ മുറിയിൽ കർത്താവ് എനിക്ക് പങ്കുവെച്ച ദൈവിക ആലോചനകൾ ഹല്ലേലൂയ ഇന്ന വ്യക്തിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ എന്നോട് പറഞ്ഞതാണ്. ഹല്ലേലൂയ ഇന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഇന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ അവരോട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഓർപ്പിച്ചതാണ്. ഹല്ലേലൂയ. എന്നാൽ അതിൽ ഞാൻ അവിശ്വസ്തയായി പോയി. കർത്താവേ ദൈവം എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമ്മുടെ പാപങ്ങളെ, നമ്മുടെ അകൃത്യങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. ഇന്ന് പകൽക്കാലം ഒരു പുതിയ സമർപ്പണത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആര് സമർപ്പിച്ചു കൊടുക്കുവാൻ ഹല്ലേലൂയ സമർപ്പിച്ചു കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നുവോ അവരുടെ മേൽ കർത്താവ് ഒരു അഭിഷേകം പകരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. മുമ്പുള്ളവയെ നീ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അതേ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ആരാ സമർപ്പണത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവോ ഇന്ന് പകൽക്കാലം അവരുടെ മേൽ ഒരു പുതിയ അഭിഷേകം പകർന്ന ഹല്ലേലൂയ ഒരു പ്രവാചക ശുശ്രൂഷയ്ക്കായി കർത്താവ് വേർതിരിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതി
പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് മുതൽ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കാം. കർത്താവെ, പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന ആലോചനകൾ, ഹല്ലേലൂയ, എനിക്ക് കൈമാറുന്ന ദൈവിക ചിന്തകൾ, കർത്താവെ, അതിന് ഞാൻ മൂടി വെക്കത്തില്ല. കർത്താവെ, കാലങ്ങളും സമയങ്ങളും നമ്മുടെ മുമ്പിൽ അധികമില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എത്ര നാൾ കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ ആയുസ്സുണ്ട് എന്ന്, അടുത്ത നിമിഷം നമ്മൾ ജീവനോട് ഇരിക്കുമോ എന്ന് നമുക്കാർക്കും ഉറപ്പില്ല. എന്നാൽ അങ്ങനെ ഉറപ്പില്ലാത്ത നമുക്ക്, ഹല്ലേലൂയ, എന്തിനാണ് നമുക്ക് അധൈര്യം? ഹല്ലേലൂയ. കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിറപടിയായി നിവർത്തിച്ചെടുത്ത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസി എന്ന് വിളിക്ക് നമ്മൾ യോഗ്യരായി തീരാം. അതിനുവേണ്ടി ദൈവസന്നിധി നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. അത് കർത്താവിന് സന്ധ്യയിൽ സമർപ്പിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആര് ദൈവസന്നിധി സമർപ്പിച്ചിരിക്കുന്നുവോ ഇന്ന് മുതൽ അവരുടെ ശുശ്രൂഷയ്ക്ക് ഒരു വ്യത്യസ്തത നൽകുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഇന്ന് പകൽക്കാല ദൈവസന്നിധി ഇന്നു മുതൽ ഇന്നലെ വരെ പ്രാർത്ഥിച്ചതുപോലെയല്ല. ഇന്ന് നീ പ്രാർത്ഥനാ മുറിയിൽ കയറുമ്പോൾ, ഹല്ലേലൂയ, ആ ദൈവ സാന്നിധ്യം അനുഭവിച്ച്, ഹല്ലേലൂയ, ആ ദൈവിക ആലോചനകൾ ദൈവത്തിൽ നിന്ന് കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, ഇന്നലെ വരെ ഉണ്ടായിരുന്നത് പോലെയല്ല. ഇന്നു മുതൽ, ഹല്ലേലൂയ, അത് ധൈര്യത്തോടെ പറയുവാൻ, ധൈര്യത്തോടെ അത് വിളിച്ചു പറയുവാൻ കർത്താവ് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവ് നിന്നെ ശക്തീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും അധൈര്യപ്പെടേണ്ട. ഹല്ലേലൂയ. പ്രാർത്ഥനാ മുറിയിൽ പങ്കിടുന്ന ആ ദൈവിക ആലോചനകൾ അത് ധൈര്യത്തോടെ പങ്കുവെക്കുമ്പോൾ, ഹല്ലേലൂയ, അത് വ്യക്തികളുടെ വിടുതലിന് കാരണമായി തീരും, കുടുംബങ്ങളുടെ വിടുതലിന് കാരണമായി തീരും. അതുമൂലം ദേശം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ മൂലം ദേശം അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ ആ ദൈവിക പദ്ധതിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പിന്നെയും ഓർപ്പിക്കുന്നു. യഹോവയെ ഓർപ്പിക്കുന്നവരെ, ഹല്ലേലൂയ, നിങ്ങൾ സ്വസ്ഥമായി ഇരിക്കരുത്, നിങ്ങൾ സ്വസ്ഥമായി ഇരിക്കരുത്, നിങ്ങൾ സ്വസ്ഥമായി ഇരിക്കരുത്. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് കാലം ആ ദൈവിക ആലോചന കേട്ട്, ഹല്ലേലൂയ, അതിനു മുമ്പിൽ സമർപ്പിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ കടന്നു പോകട്ടെ. അടുത്ത നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, അവൻ ചിലരെ പ്രവാചകന്മാരായും, അവൻ ചിലരെ സുവിശേഷകന്മാരായും. ഹല്ലേലൂയ. അടുത്ത നമ്മൾ കാണുന്നത് ചിലരെ മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ, ഹല്ലേലൂയ, ഈ വചനം കേൾക്കുമ്പോൾ എല്ലാവരുടെയും ഉള്ളം കത്തിയും വരത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ആരുടെ ഉള്ളത്തിൽ ഒരു കത്തൽ ഉണ്ടാകുന്നുവോ, ഹല്ലേലൂയ, അവര് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദൈവം ഈ ദിവസങ്ങളിൽ ഒരു പുതിയ അഭിഷേകത്തോടെ, ഹല്ലേലൂയ, ദൈവത്തിന് ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അടുത്ത നമ്മൾ കേട്ടു, ഹല്ലേലൂയ, ചിലരെ സുവിശേഷകന്മാരായും. നമുക്കറിയാം, ഹല്ലേലൂയ, കർത്താവിന്റെ ഗ്രേറ്റ് കമ്മീഷൻ ഒരു മഹാനിയോഗമാണ്. കർത്താവിന്റെ അന്ത്യകൽപ്പനയാണ് എന്ത് ചെയ്യുക? എല്ലാവരും സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിക്കുവാൻ ആരെയും ദൈവം ഒഴിവാക്കി നിർത്തിയിട്ടില്ല. എല്ലാവരോടും കർത്താവിൽ വിശ്വസിച്ച് ആ നിത്യരക്ഷ പ്രാപിച്ച ദൈവത്തിന്റെ മക്കളായി തീർന്ന എല്ലാവരുടെ മേലും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. എന്നാൽ അതിൽ തന്നെയും, ഹല്ലേലൂയ, ദൈവം ചിലരെ സുവിശേഷകന്മാരായിട്ട് അനോയിന്റ് ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാൽ ആ സുവിശേഷകനായിട്ട് അനോയിന്റ് ചെയ്തു എന്ന്, എന്നെ ഒരു സുവിശേഷകനായിട്ടാണ് അല്ലെങ്കിൽ ഒരു സുവിശേഷകയായിട്ടാണ് ദൈവം എന്നെ അനോയിന്റ് ചെയ്ത് അഭിഷേകം ചെയ്തത് എന്ന് നമുക്ക് ഇതുവരെ ഉറപ്പ് കിട്ടിയിട്ടില്ല എങ്കിൽ, ഇന്ന് ഒരിക്കൽ അവരുടെ ഉറപ്പിലേക്ക് ഒരു വചനം വായിക്കാനാക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ. ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. നിങ്ങളോടും സുവിശേഷം അറിയിക്കുവാൻ എന്നാലാവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാവുന്നുവല്ലോ. അതിന്റെ 14 മുതൽ വായിച്ചത്, അല്ല 14 മുതൽ ബർബരന്മാർക്കും യവനന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിക്കുവാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. നമ്മളിവിടെ വായിച്ചു കേട്ടത് ഇപ്രകാരമാണ്. എന്താ? യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ മുമ്പിൽ കാണുന്ന വ്യക്തികളെ കാണുമ്പോൾ, യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ആ വ്യക്തികളെ കാണുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിൽ ഈ ഒരു ബോധ്യം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാ? ഞാൻ അവർക്ക്
കടക്കാരനാകണം. എന്തിന് കടക്കാരനാകുന്നു? സുവിശേഷത്തിന്റെ കടക്കാരനാകുന്നു. സുവിശേഷ നിമിത്തം ഞാൻ കടക്കാരാണ്. നമുക്കറിയാം, നമ്മൾ ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് ഒരു കടം കൊടുക്കുവാനുണ്ടെങ്കിൽ ആ കടം കൊടുക്കുവാനുള്ള വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് എന്ത് ഭാരമുണ്ടാകും അല്ലെ, എന്ത് പ്രയാസമുണ്ടാകും, നമ്മുടെ ഉള്ളിൽ എന്ത് വേദന ഉണ്ടാകും. എന്നാൽ എന്ത് ചെയ്യാ, ആ കൊടുക്കുവാനുള്ള വ്യക്തിയെ കാണുമ്പോൾ ആ കടം കൊടുത്ത് തീർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി, നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഹല്ലേലൂയ, അത് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കട്ടെ, നമ്മുടെ മുമ്പിൽ കാണുന്ന യവനന്മാർ എന്ന് പറഞ്ഞ ജാതികളെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തെ കുറിച്ച് വായിക്കുമ്പോൾ ഞാനത് നമ്മുടെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ വായിക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ, നമ്മളായിരിക്കുന്ന ദേശത്ത് ഹല്ലേലൂയ അനേക ഹൈന്ദവ സഹോദരങ്ങൾ, ഞാനിവിടെ യവനന്മാര്, ബർബരന്മാര്, ജ്ഞാനികൾ എന്നുള്ളതൊക്കെയും ആ സ്ഥാനത്തൊക്കെയും ഞാൻ ഇങ്ങനെ ഒന്ന് പൂരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ കാണുന്ന ഹൈന്ദവരായ സഹോദരങ്ങൾ, നമ്മുടെ മുമ്പിൽ കാണുന്ന മുസ്ലിം സഹോദരങ്ങൾ, നമ്മുടെ മുമ്പിൽ കാണുന്ന അനേക നാമധേയ ക്രൈസ്തവർ, ഹല്ലേലൂയ, ഒന്നും കൂടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നുകൂടി നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ വെച്ച് നമ്മൾ പറയുമ്പോൾ ഒന്നുകൂടി ഇറങ്ങി പറഞ്ഞ അന്യ സംസ്ഥാന തൊഴിലാളികളായിരിക്കുന്ന അനേകര് നമ്മുടെ ദേശത്ത് കടന്നു വന്നിരിക്കുന്നു. അവർക്കെല്ലാം നമ്മൾ സുവിശേഷ നിമിത്തം നമ്മൾ കടക്കാരാണ്. സുവിശേഷ നിമിത്തം നമ്മൾ കടക്കാരാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നമ്മൾ അവരെ കാണുമ്പോൾ എത്ര പേർക്കുള്ളിൽ വേദന ഉണ്ടാകുന്നുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്കുള്ളിൽ ഭാരമുണ്ടാകുന്നുണ്ട്. കർത്താവേ, അപ്പാ, ഞാൻ ഈ മനുഷ്യനൊരു കടം കൊടുക്കുവാനുണ്ടല്ലോ. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പലപ്പോഴും നമുക്കെതിരെ ചിലപ്പോൾ നമുക്ക് അവരോട് നിന്ന് സുവിശേഷം പറയുവാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ ഈ ദിവസങ്ങളിൽ പറയട്ടെ, ഹല്ലേലൂയ, നമ്മൾ ഹല്ലേലൂയ സഹോദരിമാരായിരിക്കാം, നമ്മൾ ഭവനത്തിലായിരുന്നാലും ഹല്ലേലൂയ തന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ അവൻ സാധിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തതയോട് ഓർപ്പിക്കുന്നു. നീ കടന്നു പോകുന്ന സ്ഥാനങ്ങളിൽ ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഹല്ലേലൂയ നിന്റെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാകുന്നുവെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിനക്ക് ഉറപ്പ് തരുന്നു, നിന്നെ ഒരു സുവിശേഷകനായിട്ട് ദൈവം അനോയിന്റ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു സുവിശേഷ നിമിത്തം ഹല്ലേലൂയ നിനക്കൊരു ഹല്ലേലൂയ ഒരു അഭിഷേകം നിന്റെ ഉള്ളിൽ ദൈവം പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവേ, ഈ ദിവസങ്ങളിൽ നമ്മൾ വിചാരിക്കും, കർത്താവേ, അത് എങ്ങനെ ചെയ്യും കർത്താവേ? നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് നോക്കി പലപ്പോഴും നമ്മൾ പരിതപിച്ച് കഴിയുന്നവരാണ്. ഹല്ലേലൂയ. എന്നാൽ എന്റെ ജീവിത അനുഭവത്തിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, പലപ്പോഴും കഴിഞ്ഞ നാളുകളിലൊക്കെയും നിങ്ങളൊക്കെയും അറിയുന്നത് പോലെ തന്നെ പലപ്പോഴും സുവിശേഷ നിമിത്തം ഇറങ്ങി തിരിച്ചുവെങ്കിലും കർത്താവ് ഒരാശുപത്രിയിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക്, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ മാറി 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 കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ ഈ ചിന്ത എന്റെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു കാര്യം ഇപ്രകാരമാണ്. ഞാൻ അതുവരെയും എന്റെ ചിന്ത ഉണ്ടായിരുന്നത്, കർത്താവെ, സുവിശേഷ നിമിത്തം ഹല്ലേലൂയ നിയമ ട്രാക്ട് കൊടുക്കാൻ പോകുമ്പോൾ അല്ലെ സുവിശേഷ പ്രവർത്തനത്തായിട്ട് ഞങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടായിട്ടൊക്കെയും പോകാറുണ്ട്, അല്ലെങ്കിൽ പരസ്യോഗത്തിന് പോകാറുണ്ട്. ആ സമയത്തൊക്കെ സുവിശേഷം അറിയിക്കണം എന്നൊക്കെയാണ്. എന്നാൽ ആ സമയത്ത് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആ ഹോസ്പിറ്റലിൽ പ്രിയപ്പെട്ടവൻ രോഗത്താൽ ഭാരപ്പെട്ട് അങ്ങനെ ആയിരിക്കുന്നെങ്കിലും എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന വേദന മറ്റൊന്നാണ്. കർത്താവെ, നിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് കർത്താവെ, ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരുന്ന എങ്ങനെ കർത്താവിന്റെ വേല ഞാൻ ചെയ്യും? കർത്താവ്, എങ്ങനെ ദൈവമേൽപ്പിച്ച ശുശ്രൂഷ ഞാൻ തികച്ചെടുക്കും എന്നുള്ളൊരു ഭാരം എന്റെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ തന്നൊരു ചിന്ത ഇതാണ്: നീ കടന്നു പോകുന്ന ഇടമൊക്കെ നിനക്ക് വയലാ മോളെ, നീ കടന്നു പോകുന്നിടത്തൊക്കെ നിനക്ക് വയലാ. അല്ല, ഹോസ്പിറ്റലായാലും എന്ത് ചെയ്യാ, അത് നിനക്ക് വയലാ. അവിടെ വിത്ത് വിതയ്ക്കാൻ നിനക്ക് മനസ്സുണ്ട് എങ്കിൽ ഹല്ലേലൂയ ആ വിത്തിനെ കിളിർപ്പിക്കുവാൻ ഞാൻ ശക്തനാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധമാവിന്റെ ഉള്ളിൽ ഒരു ആലോചന തരുവാൻ തക്കനെടുത്തുന്നു. അന്ന് മുതൽ എന്ത് ചെയ്യാ, എന്റെ നിരാശകൾ മാറി, എന്റെ ഭാരങ്ങൾ മാറി. ഹല്ലേലൂയ. പിന്നെ എന്റെ പ്രിയപ്പെട്ട ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകാനുള്ള ക്രമീകരണങ്ങൾ നമുക്കറിയാം. ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആകും എന്നുള്ള ഇതിലൊക്കെ കടന്നു പോകുമ്പോൾ ഡ്രസ് എടുക്കണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണം. എന്നാൽ ഞാൻ പിന്നീട് ചെയ്തൊരു കാര്യം എന്ന് പറയട്ടെ, ഹല്ലേലൂയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ എടുത്തു വെക്കുന്നതിനേക്കാൾ ഉപരി ഒരു കെട്ട് ട്രാക്ട് എടുത്ത് ഞാൻ എന്റെ ബാഗിനകത്ത് വെക്കും. ഹല്ലേലൂയ. പിന്നെ ഹല്ലേലൂയ പ്രിയപ്പെട്ട ഐസിയുലാണെങ്കിൽ ഐസിയുന്റെ വാതിൽക്കൽ നിൽക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ ആൾക്കാരെ കാണുവാൻ കഴിയും. അവിടെ നിൽക്കുന്നവരാരും ഈ സുവിശേഷം വേണ്ടെന്ന് പറയത്തില്ല. ഹല്ലേലൂയ. അവരോട് സുവിശേഷം പങ്കിടുവാൻ കഴിയുന്നവർ, എനിക്ക് എന്റെ ഭാരവുമായിട്ടാണ്, എന്റെ വേദനയും ഞാനും സമദുഃഖത്തിലാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. എന്നാൽ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെയും ഹല്ലേലൂയ പിന്നീട് ഞാൻ അങ്ങനെ ശരിക്കും ഓരോ ദിവസവും ഹോസ്പിറ്റലാണെങ്കിലും അവിടെ വരുന്ന നേഴ്സുമാരോട് ഹല്ലേലൂയ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഡോക്ടേഴ്സിനോട്, അല്ലെങ്കിൽ അവിടെ കടന്നു വരുന്ന ഹല്ലേലൂയ ബൈ സ്റ്റാൻഡേഴ്സിനോട്, അവിടെ വാർഡിലായിരിക്കുന്ന രോഗികളോട്, അവരോടൊക്കെയും സുവിശേഷം പങ്കിടുവാൻ തുടങ്ങി. എന്നാൽ പ്രിയപ്പെട്ടവരെ പറയട്ടെ, ഹല്ലേലൂയ ഞാൻ അങ്ങനെ ചിലത് ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ പിശാചിന് മനസ്സിലായി, ഇവളെ ഹോസ്പിറ്റലിലാക്കിയാലും ഹല്ലേലൂയ ഇവളെ എനിക്ക് ഒതുക്കുവാൻ കഴിയത്തില്ലെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് മനസ്സിലാക്കിയ പിശാച് ഇപ്പൊ ചില വർഷങ്ങളായിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ കയറാനേ പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. രോഗമില്ല
എന്നല്ല, ഹോസ്പിറ്റലിൽ അങ്ങനെ കിടക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമ്മൾ ഏത് സാഹചര്യത്തിലായിരിക്കുന്നുവോ, ഹല്ലേലൂയ, ഒരു സുവിശേഷത്തിന്റെ അനോയിന്റിങ്, ഒരു സുവിശേഷം അറിയിക്കുന്ന ഒരു അഭിഷേകം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ട് എങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളെ നോക്കി പരിതപിച്ചിരിക്കുവാനല്ല, ഹല്ലേലൂയ, അവിടെ നമുക്ക് മറ്റൊന്നും പറയുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഒരുക്കമുള്ളവരായി ഒരു ട്രാക്ട് കൊടുക്കുവാൻ, അല്ലെങ്കിൽ ഒരു ബൈബിളിന്റെ പ്രതി കൊടുക്കുവാൻ അല്ല, ഇല്ല, യേശു നിങ്ങളെ വിടുവിക്കുമെന്ന് ഒരു വാക്ക് പറയുവാൻ അവിടെ നമ്മൾ അതിനുവേണ്ടി, ഹല്ലേലൂയ, തയ്യാറാകുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വിഷയങ്ങളോടെ പരിഹരിക്കപ്പെടുകയും കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിറപടിയാൻ നിവർത്തിച്ചെടുക്കുവാനും നമുക്ക് കഴിയും. ഇന്ന് പകൽക്കാലം കഷ്ടങ്ങളിലും ഭാരത്തിലും ദുഃഖത്തിലും ആയിരിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അവരുടെ കഷ്ടങ്ങളിൽ കാലം നിരാശപ്പെട്ടു പോകാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിൽ, ഹല്ലേലൂയ, വചനം നമ്മളെ ഓർപ്പിക്കുന്നു. ആകയാൽ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഹല്ലേലൂയ. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുക. ദൈവം നമ്മളെ വിളിച്ചപ്പോൾ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയപ്പോൾ, ഹല്ലേലൂയ, അനേകരുടെ കൂട്ടത്തിൽ നിന്നാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളെ വിളിച്ചതിനും നമ്മളെ തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയതിനും ദൈവത്തിന് ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കി, കർത്താവ് എന്നെ വിളിച്ചതിന് ഉദ്ദേശം എന്താണ്? കർത്താവ് ഒരു സുവിശേഷകനായിട്ട്, ഒരു സുവിശേഷകയായിട്ടാണോ കർത്താവ് എന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്, എന്നെ തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇന്നു മുതൽ കർത്താവെ, എന്റെ കഷ്ടങ്ങളുടെ നിറവിൽ, ഭാരങ്ങളുടെ നിറവിൽ അതിനെ ഓർത്ത് വിലപിച്ച് കണ്ണുനീരൊഴുക്കുവാനല്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നല്ല, ഹല്ലേലൂയ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ, ഹല്ലേലൂയ, കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിറപടിയാൻ നിവർത്തിച്ചെടുക്കുമ്പോൾ, ഹല്ലേലൂയ, പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോകുവാൻ തക്കവണ്ണം തരും. പിശാചിന്റെ തന്ത്രങ്ങൾ നമ്മുടെ മേൽ ഫലിക്കാതെ, ഹല്ലേലൂയ, കർത്താവിന്റെ വരവെങ്കിൽ, ഹല്ലേലൂയ, പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ, കർത്താവിന്റെ വരവിന്റെ കാഹളനാദത്തെങ്കിൽ, ഹല്ലേലൂയ, നമ്മളെ കറയും കളങ്കവും ഇല്ലാത്തവരെ സമാധാനത്തോടെ കാണുവാൻ അവൻ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്ക് വേണ്ടി ജീവൻ തന്നിട്ട്, നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ മൂറ്റി തന്നിട്ട് കർത്താവ് നമ്മളെ ചേർക്കുവാൻ സമയം ഏറ്റവും ആസന്നമായിരിക്കുകയാണ് പ്രിയമുള്ളവരെ. എന്നാൽ കർത്താവിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു, കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ എങ്ങനെ കാണുവാൻ? കറയില്ലാതെ, കളങ്കമില്ലാതെ, സമാധാനത്തോടെ കാണുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ സമാധാനത്തോടെ, സന്തോഷത്തോടെ, സ്വസ്ഥതയോടെ നിൽക്കാനുള്ള ഒരു സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഇല്ലായിരിക്കാം. എന്നാൽ അതിന്റെ നടുവിലും, ഹല്ലേലൂയ, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിറപടിയാൻ നിവർത്തിച്ചെടുക്കുവാൻ, ഹല്ലേലൂയ, സമർപ്പണത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിന്റെ വരവെങ്കിൽ സമാധാനത്തോടെ ദൈവം നമ്മളെ കുറിച്ച് എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം തന്നെ സമാധാനത്തോടെ കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല, ഹല്ലേലൂയ, ആ സുവിശേഷകനായിട്ട്, സുവിശേഷകയായിട്ട് എന്നെ വിളിച്ചിരിക്കുന്നു ആ ഉത്തമ ബോധ്യം പ്രാപിച്ച ആരെങ്കിലും ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവസന്നിധി സമർപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവേ, എന്റെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഞാൻ കടക്കാരിയാണ്, ഞാൻ കടക്കാരനാണ്. കർത്താവേ, ഹല്ലേലൂയ, ദൈവമേ, ആ കടം കൊടുത്തു തീർക്കുവാൻ, ഹല്ലേലൂയ, നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന ആ കടക്കാരെ ഇനി നമ്മൾ കണ്ടെത്തിയെന്ന് വരത്തില്ല. ഹല്ലേലൂയ, നമ്മൾ ചിലപ്പോൾ വഴിയാത്രയിൽ വെച്ചായിരിക്കാം അവരെ കാണുന്നത്, ആ വ്യക്തിയെ നമ്മൾ ഇനിയും കണ്ടെന്ന് വരത്തില്ല. ചിലപ്പോൾ ആ വ്യക്തിയോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവം നിയോഗിച്ച്, ഹല്ലേലൂയ, അവസാന വ്യക്തി ചിലപ്പോൾ നമ്മളായിരിക്കാം. അത് നമുക്കാർക്കും അറിയത്തില്ല. എന്നാൽ ആ ദൗത്യം നമ്മൾ നിർവഹിക്കാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ന്യായവിധി ദിവസത്തിൽ കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ, ആ ദിവസത്തിൽ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ആ പ്രിയ സഹോദരനല്ലേ, സഹോദരി നമ്മളോട് ചോദിക്കും, സഹോദര, നീ എന്നെ കണ്ടുമുട്ടിയല്ലേ, സഹോദരി, നീ എന്നെ കണ്ടുമുട്ടിയതല്ലേ, ഈ ഹല്ലേലൂയ സുവിശേഷം എന്നോടൊന്ന് പങ്കുവെച്ചിരുന്നെങ്കിൽ ഞാനും നിന്റെ കൂടെ നിത്യരക്ഷയ്ക്ക് ഓഹരിക്കാരനായി മാറത്തില്ലായിരുന്നു. ഹല്ലേലൂയ, നമുക്കറിയത്തില്ല. നമ്മൾ ചിലപ്പോൾ ഒരു ട്രാക്ട് കൊടുക്കുന്നതേ ഉള്ളായിരിക്കാം. ഹല്ലേലൂയ, എന്നാൽ ഞാൻ ഇങ്ങനെ അനുഭവത്തിൽ ഞാൻ അനേക പുസ്തകങ്ങളിലൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഓരോ വ്യക്തിക്ക് കൊടുത്ത ട്രാക്ട് ആ വ്യക്തിക്ക് വേണ്ട എന്ന് തോന്നിയിട്ട് അവർ ചുരുട്ടിക്കൂട്ടി എറിത്തെറിഞ്ഞു. എന്നാൽ തുടർന്ന് പുറകെ കടന്നു വന്ന ഒരു വ്യക്തി ആ വഴിയെ കടന്നു വന്നപ്പോൾ ആ ചുരുട്ടിക്കൂട്ടി എറിഞ്ഞ ആ ട്രാക്ട്, ഹല്ലേലൂയ, അവനെടുത്ത് വായിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ആ ട്രാക്ടിനകത്തുണ്ടായിരുന്നത്, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടുന്ന വിഷയത്തിന് പരിഹാരം തരുവാൻ സർവശക്തനായി ജീവിക്കുന്ന ദൈവമായ യേശു മതിയായവനാണെന്ന് ആ ട്രാക്ടിൽ എഴുതിയിരുന്നു. എന്നാൽ ചുരുട്ടിക്കൂട്ടി എഴുതിയ ആ ട്രാക്ട് എടുത്ത് വായിച്ച ആ വ്യക്തി, ഹല്ലേലൂയ, അവന്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, അവൻ പിന്നീട് ഒരു സുവിശേഷകനായി മാറിയെന്ന് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് ചിലപ്പോൾ ഒന്നും പറയുവാൻ അറിയത്തില്ലായിരിക്കാം. വചനത്തിന്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒന്നും പറയുവാൻ നമുക്ക് അറിയത്തില്ലായിരിക്കാം. എന്നാൽ നമുക്കറിയുന്നത്, യേശു നിന്നെ വിടുവിക്കും, നിന്റെ വിഷയത്തിന് പരിഹാരം തരാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ, ഒരു വാക്ക് പറയാൻ നമുക്ക് അറിയാമല്ലോ പ്രിയമുള്ളവരെ. ഇല്ല, നമുക്കൊരു ട്രാക്ട് എങ്കിലും കൊടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ ചിലപ്പോൾ ആ ട്രാക്ട് കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, ആ മേടിക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ എന്ത്, അവൻ അനുഭവിക്കുന്ന ഭാരങ്ങൾ എന്ത്, നിരാശകളും നമുക്കറിയത്തില്ല. എന്നാൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ട്രാക്ട് ആയിരിക്കാം അവനെ നിത്യരക്ഷയ്ക്ക് ഓഹരിക്കാരനാക്കി മാറ്റുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയട്ടെ, എന്നെ ഒരു
സുവിശേഷകനായിട്ട് വിളിച്ചിരിക്കുന്നു എന്നുള്ള ആ ഉത്തമ ബോധ്യം താങ്കൾക്ക് ഇന്ന് പകൽക്കാലം ഉണ്ടായെങ്കിൽ ഹല്ലേലൂയ, അതിനുവേണ്ടി ഇനി അമാന്തിച്ചു നിൽക്കരുത്. പലപ്പോഴും ഹല്ലേലൂയ ഹല്ലേലൂയ ഞാനിത് എങ്ങനെ ചെയ്യും കർത്താവേ, മറ്റുള്ളവരുടെ അവിടെ എഴുതിയിരിക്കുന്ന സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. നോക്കിട്ടെ, കടം കൊടുക്കാനുള്ളവനെ കാണുമ്പോൾ ആ കടം കൊടുക്കുന്നത് നമുക്കൊരു ലജ്ജയാണോ? അല്ല, അത് നമുക്ക് അഭിമാനമാണ്. ഞാൻ കൊടുത്തു തീർക്കാനുള്ള കടം കൊടുത്തു തീർത്തു എന്നുള്ള ഒരു അഭിമാനമാണ്. അത് മനസ്സിലാക്കിയ, അത് വെളിപ്പാടിൽ മനസ്സിലാക്കിയ പൗലോസോട് എഴുതി വെച്ചിരിക്കണം, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ അതുപോലെ നമ്മളുമായി തീരട്ടെ. നമ്മുടെ മുമ്പിൽ കാണുന്ന വ്യക്തി ആരായിക്കോട്ടെ ഹല്ലേലൂയ, അവരോട് അവരെ കാണുമ്പോൾ നമ്മുടെ മനോഭാവം, കർത്താവേ ഈ വ്യക്തിക്ക് ഞാൻ ഒരു കടക്കാരനാണ് ഹല്ലേലൂയ, ആ കടം ഒന്ന് കൊടുത്തു തീർക്കുവാൻ, ഒരു ട്രാക്ട് കൊടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് ഒരു വാക്ക് അവനോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അവനുമായിട്ടുള്ള കടം വീട്ടിൽ തീർക്കുകയാണ് ഹല്ലേലൂയ. പറയാൻ മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ, കൊടുക്കാൻ മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അവനെ രക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? ദൈവമാണ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നമുക്ക് ചെയ്തു തീർക്കാം. ഞാൻ വേഗത്തിൽ കടന്നു പോകട്ടെ ഹല്ലേലൂയ. ഇനി 2 പോയിന്റുകൾ കൂടെ കിടക്കുന്ന ചില നിമിഷങ്ങൾ മാത്രമേ എന്റെ മുമ്പിലുള്ളൂ ഹല്ലേലൂയ. അടുത്ത നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ ചിലരെ ഇടയന്മാരായി, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായിട്ടും ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന കർത്തൃദാസന്മാരെ ഓർത്ത്, കർത്തൃദാസിമാരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാനും കർത്തൃവേലയിലായിരിക്കുന്ന ഒരു ദൈവദാസിയാണ് ഹല്ലേലൂയ. ഞാനും അതിൽ നിന്ന് ഒട്ടും ഒഴിവുള്ളവളല്ല. എന്നാൽ ഇതുവരെ ഹല്ലേലൂയ ഓരോ ചർച്ചകളിലും മാറി മാറി ശുശ്രൂഷിച്ച ആ പരിചയവും ഒത്തിരി ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിലും ഈ വചനത്തിന് ഒത്തിരി പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പലപ്പോഴും ദൈവദാസന്മാരെ ഓർത്ത് എനിക്കറിയാം, ഒത്തിരി കഷ്ടങ്ങളിൽ കൂടി, വേദനകൾ കൂടി, ഭാരങ്ങളിൽ കൂടി, ഞെരുക്കങ്ങളിൽ കൂടി ഒക്കെ കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ് ഹല്ലേലൂയ. കർത്താവ് പെട്ടകം തോളിൽ കഴുകിയതുകൊണ്ട് മാത്രം ഹല്ലേലൂയ ഇത് താത്വികൻ ജീവിതത്തിൽ ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനില്ലാതെ, ഹല്ലേലൂയ നല്ലൊരു ആഹാരം കഴിക്കുവാനില്ലാതെ, നല്ലൊരു വസ്ത്രം ധരിക്കുവാനില്ലാതെ ഒക്കെ ഭാരപ്പെടുന്ന അനേക ദൈവദാസന്മാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഹല്ലേലൂയ. എന്നാൽ ഈ പെട്ടകം തോളിൽ കയറിയത് കൊണ്ട് മാത്രമാണ് ഹല്ലേലൂയ ഈ ഭാരവും വഹിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് കടന്നു പോകുന്നത്. എന്നാൽ ഹല്ലേലൂയ ആ പെട്ടകം തോളിൽ ഇരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും അത് വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ കഴിയാത്ത സാഹചര്യം പലപ്പോഴും ദൈവദാസന്മാരുടെ ജീവിതത്തിൽ ഇടയ ശുശ്രൂഷ എന്ന് പറയാൻ ഈ 5 വിധ ശുശ്രൂഷകളിൽ ഹല്ലേലൂയ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. എല്ലാ ശുശ്രൂഷകൾക്കും അതിൻ്റെതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് എങ്കിൽ തന്നെയും എൻ്റെ ഇത്ര നാളത്തെ എൻ്റെ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിലുള്ള പല ശുശ്രൂഷകളും ചെയ്ത് പരിചയമുള്ളവരെ കാണുകയും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ പറയട്ടെ, ഏറ്റവും പ്രയാസമേറിയ ശുശ്രൂഷയാണ് ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ദൈവദാസിമാരല്ലാതെ ദൈവമക്കളായിട്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളുടെ ചർച്ചയിലുള്ള ദൈവദാസിമാരെ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകാം. ഒത്തിരി ഹല്ലേലൂയ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിലപ്പോൾ അവർ നമ്മളോട് സഹകരിച്ചു വരത്തില്ല. എന്നാൽ പ്രിയപ്പെട്ടവർ ഓർപ്പിക്കട്ടെ, അവരുടെ കുറവുകളെ നോക്കാതെ, അവരുടെ ബലഹീനതകളെ നോക്കാതെ ദൈവം അവരെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ ശ്രേഷ്ഠതയെ, മഹത്വത്തെ മനസ്സിലാക്കി നമ്മൾ അവരെ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും കരുതുകയും ചെയ്യണമെന്ന് ദൈവനാമത്തെ നിങ്ങളെ ഓർപ്പിക്കുകയാണ് ഹല്ലേലൂയ. 40 ലേഖനത്തൊക്കെ വായിക്കുന്നുണ്ട് ഹല്ലേലൂയ. അവർ ഞരങ്ങിക്കൊണ്ടല്ല നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യേണ്ടത്, ഞരങ്ങിക്കൊണ്ടല്ല, അവര് സന്തോഷത്തോടെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കണം ഹല്ലേലൂയ. നമുക്ക് കൊടുക്കുന്ന നന്മയിൽ നിന്ന് നല്ലൊരു ഓഹരി അവർക്ക് കൊടുക്കണം ഹല്ലേലൂയ. നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കണം ഹല്ലേലൂയ. അവരിലൊരു ചെറിയ കുറവുകൾ കാണുമ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നവരായിട്ടോ അവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു വാക്കുപോലും നമ്മുടെ നാവിൽ നിന്ന് വരാതെ ഹല്ലേലൂയ അവരെ നമ്മൾ ചേർത്ത് നിർത്തണം. നമ്മളിൽ ഒരാളായിട്ട് അവരെ കാണുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം ഹല്ലേലൂയ. അത്രയും ഓർപ്പിച്ച് ഞാൻ അങ്ങനെ വിടുകയാണ്. എന്നാൽ ഇടയന്മാരോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ദൈവാത്മാവ് ഓർപ്പിക്കുന്ന ഒരു കാര്യം ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഇടയ ശുശ്രൂഷ ഏൽപ്പിച്ച്, ഞാൻ പറഞ്ഞില്ല എന്നെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടല്ല ഞാൻ പറയുന്നത്, ഞാനും അതിൽ ബാധ്യസ്ഥയാണ്. ദൈവസന്നിധിയിൽ ഓരോ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും കർത്താവിനോടുള്ള കൃപയെ അതിനു വേണ്ടി യാചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഹല്ലേലൂയ. 1 പത്രോസിന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ ഒന്ന് വേഗത്തിലൊന്ന് വായിക്കണമേ. എന്റെ സമയം ചുരുക്കം, ചില സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുകയും നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുകയും. അടുത്തൊരു വാക്യം കൂടെ വായിച്ചേ. എന്നാൽ ഇടയൻ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും.
ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. ആ ഉത്തരവാദിത്തം അവർക്ക് കൊടുക്കുമ്പോൾ തന്നെ ദൈവം അവർക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദത്തം, ഒരു പ്രോമിസ് ആണ്. എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകും. ഹല്ലേലൂയ. ഇടയ ശ്രേഷ്ഠനായ നമ്മുടെ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ എന്ത് ചെയ്യാ? നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഒരു വാടാത്ത കിരീടം പ്രാപിക്കുവാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഇടയ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ട വ്യക്തികളോടായിട്ട് ദൈവാത്മാവ് ഓർപ്പിക്കട്ടെ. എനിക്കറിയാം അതൊക്കെ വചനം പഠിച്ച് അല്ലെങ്കിൽ നിശ്ചയം പ്രാപിച്ചൊക്കെയാണ് കർത്താവിന്റെ പേരിലായിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകൾ കർത്താവെ അപ്പാദമേ എന്റെ ജീവിതത്തിൽ ഒരു പരാജയമാണോ, അല്ലെങ്കിൽ കർത്താവെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയിൽ കർത്താവെ അപ്പാദമേ നമുക്ക് ഉള്ളിലൊരു സംതൃപ്തി അനുഭവിക്കാൻ കഴിയാതെ ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവരെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കുവാൻ, കർത്താവിന്റെ വേലിൽ ഒന്നുകൂടെ വിശ്വസ്തരായി നിൽക്കേണ്ടതിന് മാത്രമാണ് ഈ വചനം ഓർപ്പിക്കുന്നത്. ദേവദാസന്മാരെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു, ദേവദാസന്മാരെ ബഹുമാനിക്കുന്നു, കർത്തൃദാസിമാരെ ഞാൻ ആദരിക്കുന്നു. ഹല്ലേലൂയ. അതോടൊപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഹല്ലേലൂയ പങ്കുവെച്ച ആലോചനയാണ് ഇന്ന് പകൽക്കാലം ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ അത് നിറപടിയായി നിവർത്തിച്ചെടുക്കുവാൻ കഴിയാതെ ആരെങ്കിലും ഭാരത്തോടെ നിരാശയോടെ ആയിരിക്കുമെങ്കിൽ ഈ വചനത്തിന് മുൻപാകെ നമുക്ക് ഒന്നുകൂടി ഒന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷകളിൽ എന്തെങ്കിലും പരാജയം വന്നിട്ടുണ്ടോ എന്ന് ഈ വചനം എന്ന കണ്ണാടിയിൽ കൂടി നമുക്ക് ഒന്നുകൂടി നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഹല്ലേലൂയ. അവിടെ ഓർപ്പിക്കുന്ന ഇപ്രകാരമാണ്: നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ, അത് നിർബന്ധത്താലല്ല. ഹല്ലേലൂയ. നിർബന്ധത്താലല്ല. ഹല്ലേലൂയ. ഓ, ദൈവത്തിന് ഹിതമാമണം മനഃപൂർവമായിട്ട് അത് ചെയ്യണം. ഹല്ലേലൂയ. ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന്റെ മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ വചനത്തിന് മുൻപാകെ നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകൾ ഈ വചനത്തിന് അനുസരണമാമണം ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കർത്താവ് നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ മടങ്ങി വാ, മടങ്ങി വാ. ഒരു മടങ്ങി വരവിനുള്ള ഒരു അവസരം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. കർത്താവ് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഈ വചനപ്രകാരം കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ കഴിയാതെ നമ്മൾ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ആ വചനത്തിന് മുൻപാകെ നമുക്ക് ഒന്നുകൂടെ സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തും. കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിറപടിയാ നിവർത്തിച്ചെടുക്കുവാൻ പിന്നെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കും, നമ്മളെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. അതിനാ ദൈവം സഹായിക്കുമാറാകട്ടെ. വേഗത്തിൽ ഞാൻ ഒരു മിനിറ്റ് കൂടെ ഉള്ളൂ, വേഗത്തിലാക്കിയിരിക്കുന്നു. അടുത്ത വാക്യം, അടുത്തൊരു കാര്യം പറയുന്നത്, അവൻ നിങ്ങളെ ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. നമുക്കൊന്ന് വേഗത്തിലൊന്ന് വായിക്കാം. 2 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വേഗത്തിലൊന്ന് വായിച്ചാട്ടെ. 2 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. താമസിച്ചു പോയാലും സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി. 2 തിമോഥെയോസ് 3:14. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിങ്കലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്കു ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. എല്ലാ തിരുവെഴുത്തും മതിസ്റ്റേ നമുക്ക് സമയം മുമ്പിൽ അധികമില്ലാത്തത് കൊണ്ട് വേഗത്തിൽ നിർത്തലാക്കി നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്: ഒരു ഉപദേഷ്ടാവായിട്ട് ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നു, ഒരു ഉപദേഷ്ടാവായി ദൈവം നമ്മളെ അനോയിന്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ വചനത്തിൽ നമ്മൾ ശോധന ചെയ്യുമ്പോഴാണ്. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നതാണ്: നീയോ ആരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. ഹല്ലേലൂയ. ഓരോ ദിവസവും എന്ത് ചെയ്യുക? വചനം പഠിക്കുകയും ഹല്ലേലൂയ ആ പഠിക്കുന്ന വചനത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ നിലനിന്നുകൊണ്ട് മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരാണ് യഥാർത്ഥ ഉപദേഷ്ടാവ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവിടെ 2 തിമോഥെയോസിന്റെ ലേഖനം 2:15 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കണം എന്ന് പറഞ്ഞാൽ, സത്യവചനത്തെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെ പഠിക്കുന്നുവോ അങ്ങനെ എന്ത് ചെയ്യണം? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ആ സത്യവചനം യഥാർത്ഥമായി നമ്മുടെ ജീവിതാനുഭവം ആയെങ്കിൽ മാത്രമേ അത് യഥാർത്ഥമായ രീതിയിൽ നമുക്ക് പ്രസംഗിക്കുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ യഥാർത്ഥമായ ഒരു ഉപദേഷ്ടാവാണെന്ന് നമുക്ക് ബോധ്യമുണ്ടാകണമെങ്കിൽ ഹല്ലേലൂയ ഈ ദിവസം എന്ത് ചെയ്യുക? വചനം കൂടുതൽ പഠിക്കണം. ഹല്ലേലൂയ. ആ പഠിച്ചാൽ മാത്രം പോരാ, ആ പഠിച്ച വചനത്തിൽ നമ്മൾ നിലനിൽക്കണം. ആ പഠിച്ചും നിലനിൽക്കുന്ന വചനത്തിൽ നമ്മൾ ഹല്ലേലൂയ ആ വചനം വേണം മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ. അങ്ങനെ ഉപദേശിക്കുമ്പോൾ എന്ത് ചെയ്യും? നീ നിന്നെ വചനത്തെ നമ്മൾ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു: നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ നീ രക്ഷിക്കുമെന്ന്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യുക? പൗലോസ് പറയുന്നുണ്ട് ഹല്ലേലൂയ
ഹല്ലേലൂയ, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് ഞാൻ എന്നെ തന്നെ നശിപ്പിച്ച് കളയാതിരിക്കേണ്ടതിന് ഞാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു എന്ന് പൗലോസോട് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവവചനം പോലെ നമ്മളെ ഓരോരുത്തരെയും ഹല്ലേലൂയ, ഇന്ന് ഈ വചനം കേട്ടപ്പോൾ ഹല്ലേലൂയ, ദൈവവചനം പഠിക്കുമ്പോൾ ഹല്ലേലൂയ, ചിലർക്ക് അങ്ങനെയാണ് ഒത്തിരി വചനം പഠിക്കുവാൻ ആഗ്രഹം. ഹല്ലേലൂയ. ആ വചനം പഠിക്കുക മാത്രമല്ല, ഓരോ ദിവസവും വചനം പഠിക്കുമ്പോൾ ഹല്ലേലൂയ, അത് വചനം പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ആ ഒരു ദൈവത്തിന്റെ പരിശുദ്ധം ഇത് നമുക്ക് ഉറപ്പ് തരുകയാണ്. ഒരു ഉപദേഷ്ടാവായി ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളൊന്നും നഷ്ടമാക്കി കളയാതെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അത് വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ ദേശത്തിന് ഉണർവിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുവാൻ തക്കണം ഇടയായി തീരും. അത് ഓർപ്പിച്ചതുപോലെ കർത്താവ് ദേശത്തിന് ഉണർവിന് സമയമായി, നമ്മുടെ കേരളത്തെ ഉണർത്തുവാൻ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഉണർത്തുവാൻ സമയമായി. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യങ്ങൾ ഈ വചനത്തെ അടിസ്ഥാനത്തിൽ കർത്താവ് ചിലരെ അങ്ങനെ ഓരോരുത്തരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്തെന്ന് ഇന്ന് പകൽക്കാലം വചനം കേട്ടപ്പോൾ ആ വചനത്തിന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഉള്ളത്തിൽ അത് കത്തിയെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഒരു ഉറപ്പ് പ്രാപിക്കണം. കർത്താവേ, ഇതുവരെ എനിക്ക് അഭിഷേകത്തിൽ നിലനിൽക്കാൻ കഴിഞ്ഞില്ല, കർത്താവ് ഏൽപ്പിച്ച ദൗത്യങ്ങൾ അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല, എന്നാൽ ഇന്നത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അത് ഏറ്റെടുത്ത് കർത്താവെ അതിൻ പ്രകാരം ചെയ്ത് കർത്താവെ എന്നെയും എന്റെ കുടുംബത്തെയും കർത്താവെ ആ ഉണർവിന് വേണ്ടി ഉപയോഗിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ അതിനുവേണ്ടി സമർപ്പണമുള്ളവരായിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇത്രത്തോളം കർത്താവിന്റെ വചനത്തിന് മുൻപാകെ ആയിരിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഹല്ലേലൂയ. വചനം കേട്ട എല്ലാ ദൈവമക്കളുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. എനിക്ക് ഇപ്രകാരം ഒരു അവസരം അനുവദിച്ചെന്ന കർത്താവിന്റെ ദാസിയോടും പ്രിയപ്പെട്ടവരുമുള്ള നന്ദി സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ ഈ എളിയ ശുശ്രൂഷയിൽ ഞാൻ നിർമ്മിക്കുന്നു. കർത്താവ്